So hello guys, my name is Nikhil. So ഇവിടെ നമ്മൾ വെക്ടേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. നമ്മൾ വെക്ടറിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ വെക്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ പഠിച്ചു തീർത്തായിരുന്നു അല്ലേ. വെക്ടർ എന്താണെന്നും പിന്നെ പല ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്, വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ ഡയറക്ഷൻ, അതിൻ്റെ റെപ്രസെൻറ്റേഷന്, പിന്നെ രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, അങ്ങനത്തെ ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് വീഡിയോ തന്നെ പഠിച്ചു. സോ ഇത് വെക്ടറിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ വെക്ടറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് പഠിക്കാൻ പോവാം. ദാറ്റ് ഈസ് വെക്ടർ അഡീഷൻ. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാര്യം ഫിസിക്സിലെ എല്ലാ ചാപ്റ്റേഴ്സിലും നമുക്ക് വേണ്ട ഒരു സാധനമാണ്. അതുകൊണ്ട് നല്ല കാര്യമായിട്ട് പഠിക്കണം. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് വെക്ടർ അഡീഷന് വേണ്ട മുഴുവൻ ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. മുഴുവൻ ടോപ്പിക് എന്ന് പറയുമ്പോൾ അതിന് വേണ്ട മുഴുവൻ ഫുൾ കോൺസെപ്റ്റും എല്ലാ ഇക്വേഷൻസും എല്ലാ ഷോർട്ട് ട്രിക്സും പിന്നെ നീറ്റ് ജെയിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഒരു സിംഗിൾ വീഡിയോ കവർ ചെയ്യുമ്പോൾ വീഡിയോ ഇച്ചിരി ലെന്ത് ആയിരിക്കും. പക്ഷേ സിംഗിൾ വീഡിയോ കൊണ്ട് നമ്മൾ മൊത്തം നീറ്റിന് വേണ്ട ജെയ്ക്ക് വേണ്ട മൊത്തം കംപ്ലീറ്റ് ടോപ്പിക്ക് നമ്മൾ തീർക്കും. ഓക്കെ, സോ നമുക്ക് നോക്കാം വെക്ടർ അഡീഷൻ. ഓക്കെ, ഈസിയാണ്, വലിയ കഥയൊന്നും ഇല്ല. ഒക്കെ ജസ്റ്റ് കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. സോ വെക്ടർ അഡീഷനിലുണ്ടല്ലോ നമുക്ക് 3 ലോസ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല ഏതൊക്കെയാണ്? ഒന്ന് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ, പിന്നെ ഒന്ന് പോളിഗൺ ലോ ഓഫ് വെക്ടർ അഡീഷൻ, പിന്നെ ഒന്ന് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. അങ്ങനെ 3 ലോസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ശരിക്കും 3 ലോസ് സെയിം തന്നെയാണ്, 3നും സെയിം ഇക്വേഷൻ ആണ്, മെത്തേഡിന് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. 3നും ഇക്വേഷൻ സെയിം ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് ലോ ഏതാണ്? ഫസ്റ്റ് ഇസ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. അപ്പോൾ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്താണെന്നറിയോ? നമ്മൾ 2 വെക്ടേഴ്സ് ആഡ് ചെയ്യാണ്. അപ്പോൾ 2 വെക്ടേഴ്സ് ഒരു ട്രയാങ്കിളുടെ 2 സൈഡ് പോലെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് 2 കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടൻറ്റ് വെക്ടർ ആ ട്രയാങ്കിളുടെ 3ാമത് സൈഡ് ആയിരിക്കും, പക്ഷേ അത് ഓപ്പോസിറ്റ് ഓർഡർ വേണം എടുക്കാൻ. ഓക്കെ, ഇതാണ് വെക്ടർ ട്രയാങ്കിൾ ലോ വെക്ടർ അഡീഷൻ. ഓക്കെ, ഒരു പടം വരയ്ക്കുമ്പോൾ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പം ഇതാണ് ഒരു വെക്ടർ എന്ന് വിചാരിക്കും. ഇത് വെക്ടർ എ ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഇത് വെക്ടർ ബി ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ നോക്കുമ്പോൾ ഇത് വെക്ടറിൻ്റെ ഒരു ട്രയാങ്കിളുടെ 2 സൈഡ് പോലെ അല്ലേ നോക്കിയേ, അല്ലേ? നോക്കിയേ, ഇത് ഒരു ട്രയാങ്കിളുടെ 2 സൈഡ് പോലെയാണ് അല്ലേ, 2 അഡ്ജസൻറ്റ് സൈഡ് പോലെയാണ്. കാരണം ഇവിടെ ഒരു 3ാമതൊരു സൈഡും കൂടി വെച്ചാൽ ട്രയാങ്കിളായി അല്ലേ. അപ്പോൾ ട്രയാങ്കിൾ അനുസരിച്ച് ഇത് 2 കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടൻറ്റ് വെക്ടർ ഈ ട്രയാങ്കിളുടെ 3ാമത് സൈഡ് ആയിരിക്കും, പക്ഷേ അത് റിവേഴ്സ് ഓർഡർ വേണം എടുക്കാൻ. അതായത് ഇതിന് റിസൾട്ടൻറ്റ് ഇങ്ങനെ വരും. ആ ട്രയാങ്കിളിൻ്റെ 3ാമത് സൈഡ് കണ്ടോ, അത് ഏത് ഓർഡർ വേണം എടുക്കാൻ? ഓപ്പോസിറ്റ് അല്ലെങ്കിൽ റിവേഴ്സ് ഓർഡർ വേണം എടുക്കാൻ. ഓക്കെ, റിവേഴ്സ് ഓർഡർ എന്ന് വെച്ചാൽ എന്താ? ഇപ്പോൾ സെയിം ഓർഡർ ആണെങ്കിൽ എങ്ങനെ വരും? ഇതല്ലേ എ, ഇത് എ, ഇത് ബി. അപ്പോൾ സെയിം ഓർഡർ എന്ന് പറഞ്ഞാൽ അടുത്ത വെക്ടർ അടുത്ത സൈഡ് ഇങ്ങനെയല്ലേ വരേണ്ടത്, അതല്ലേ സെയിം ഓർഡർ. പക്ഷേ 2 കൂടി ആഡ് ചെയ്യുമ്പോൾ റിസൾട്ടൻ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് ഓർഡറിൽ വേണം എടുക്കാൻ. ഇതാണ് എന്ത്? ട്രയാങ്കിൾ ലോ വെക്ടർ അഡീഷൻ. ദാറ്റ് ഈസ് ഇത് നമ്മൾ റിസൾട്ടൻ്റ് എന്ന് പറയും. ദാറ്റ് ഈസ് റിസൾട്ടൻ്റ് ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ആയിരിക്കും. ഇത്രയേ ഉള്ളൂ എന്ത്? ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. ക്ലിയർ അല്ലേ? ഇതെന്താ നമ്മൾ ഓപ്പോസിറ്റ് ഓർഡർ എടുക്കാൻ കാര്യം? നമ്മളെന്താ സെയിം ഓർഡർ എടുക്കാത്ത? സെയിം ഓർഡർ എടുത്താൽ എന്ത് പറ്റും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫോർ എക്സാമ്പിൾ നമ്മൾ സെയിം ഓർഡർ എടുക്കാമെന്ന് വിചാരിക്കും. ഇത് വെക്ടർ എ, ഓക്കെ, ഇത് വെക്ടർ ബി. ഓക്കെ, അപ്പോൾ സെയിം ഓർഡർ എന്ന് പറയുമ്പോൾ 3ാമത്തെ സൈഡ് താഴോട്ടല്ലേ വരേണ്ടത്, അതിന് ആരോ താഴോട്ടാണ് വരേണ്ടത്. അപ്പോഴാണ് അത് സെയിം ഓർഡർ ആവുന്നത് അല്ലേ. ഇത് ഇങ്ങനെ പോയി പിന്നെ മുകളിലേക്ക് പോയി പിന്നെ അവിടുന്ന് താഴോട്ട് വന്നു, അതല്ലേ സെയിം ഓർഡർ. അപ്പോൾ അങ്ങനെ വന്നാൽ എന്ത് പറ്റും? റിസൾട്ടൻ്റ് 0 ആയി പോകും അല്ലേ. റിസൾട്ടൻ്റ് 0 ആയി പോയില്ലേന്ന് നോക്കിയേ. കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങനെ, പിന്നെ നമ്മൾ ഇവിടുന്ന് മുകളിലേക്ക് പോയി, പിന്നെ നമ്മൾ താഴോട്ട് വന്നു. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വന്നില്ലേ, നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചു വന്നു. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ? 0 ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഓപ്പോസിറ്റ് ഓർഡർ എടുക്കുന്നത്. നമ്മൾ എല്ലാ വെക്ടേഴ്സും സെയിം ഓർഡർ എടുത്തു കഴിഞ്ഞാൽ റിസൾട്ടൻ്റ് എന്തായി പോകും? 0 ആയി പോകും. ക്ലിയർ ആണല്ലോ? അപ്പോൾ റിസൾട്ടൻ്റ് എപ്പോഴും എന്തായിരിക്കും? ആ 2 വെക്ടേഴ്സിൻ്റെ 3ാമത്തെ സൈഡ് ആയിരിക്കും, അത് ഓപ്പോസിറ്റ് ഒരു ഓർഡറിൽ വേണം അല്ലെങ്കിൽ റിവേഴ്സ് ഓർഡറിൽ വേണം എടുക്കാൻ. ദാറ്റ് ഈസ് 2 non-zero vectors represented by 2 sides of a triangle taken in same order, then resultant will be given by the closing or third side of triangle in opposite order. Clear ആണല്ലോ? ഓക്കെ, പിന്നെ ഇവിടെ ഒരു കാര്യം കൂടി അറിയേണ്ടതുണ്ട്. അതായത് നമ്മൾ ട്രയാങ്കിളിൽ അപ്ലൈ ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് നോക്കണം. അതായത് 2 വെക്ടേഴ്സിൻ്റെ ആഡ് ചെയ്യേണ്ട 2 വെക്ടേഴ്സിൻ്റെ തലയും വാലും കൂടി കോയിൻസൈഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ട്രയാങ്കിളിൽ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, കാരണം പാരലോഗ്രാം പോകുമ്പോൾ നേരെ വ്യത്യാസമാണ് അല്ലേ. നമ്മൾ ഫസ്റ്റ് വീഡിയോ പഠിച്ചതല്ലേ, ഒരു വെക്ടർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ കാണും? ഒരു വെക്ടറിൽ ഒരു ഹെഡ് കാണും, ഒരു ആരോ കാണും, പിന്നെ ഒരു ടെയിൽ കാണും അല്ലേ. ഒരു ഹെഡുണ്ട്, ഒരു ടെയിലുണ്ട്.
അപ്പോൾ ട്രയാങ്കിൾ ലോ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വെക്ടറിൻ്റെ ഹെഡും ഒരു വെക്ടറിൻ്റെ തലയും അടുത്ത വെക്ടറിൻ്റെ വാല് തമ്മിൽ വേണം കോയിൻസൈഡ് ചെയ്യാൻ. ക്ലിയർ അല്ലേ? നോക്കി, ഈ വെക്ടർ എയുടെ തല ദാറ്റ് ഈസ് അതിൻ്റെ ആരോയും അടുത്ത ബി വെക്ടറിൻ്റെ ടെയിൽ സൈഡാണ് കോയിൻസൈഡ് ചെയ്യുന്നത്. അപ്പോഴേ നമുക്ക് ട്രയാങ്കിൾ ലോ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പാരലലോഗ്രാം ആണെങ്കിൽ നേരെ തിരിച്ചാണ്. അവിടെ രണ്ട് വെക്ടർസിൻ്റെ ടെയിൽ കോയിൻസൈഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ പാരലലോഗ്രാം അപ്ലൈ ചെയ്യുന്നത്. കാര്യം മനസ്സിലായല്ലോ? ഇത്രേ ഉള്ളൂ എന്ത് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. ഓക്കെ, അടുത്തതാണ് പോളിഗൺ ലോ ഓഫ് വെക്ടർ അഡീഷൻ. അപ്പോൾ പോളിഗൺ ലോ ഓഫ് വെക്ടർ അഡീഷൻ ശരിക്കും ട്രയാങ്കിൾ ലോ തന്നെയാണ്. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ ആഡ് ചെയ്യുന്ന വെക്ടേഴ്സ് 2 കൂടുതലുണ്ടെന്ന് വിചാരിക്കും. ഒരു 3, 4 അല്ലെ 5 വെക്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ അന്നേരം നമ്മൾ പോളിഗൺ ലോ ഓഫ് വെക്ടർ അഡീഷൻ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ലൈക്ക് ഇതാണ് നമ്മുടെ വെക്ടേഴ്സ് എന്ന് വിചാരിക്കും. ഇത് വെക്ടർ എ, ഇത് വെക്ടർ എ, ഇത് വെക്ടർ ബി, ഓക്കെ, ഇത് വെക്ടർ സി, പിന്നെ ഇത് വെക്ടർ ഡി. ഓക്കെ, ഇങ്ങനെയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഇത് വെക്ടർ എ, ഇത് വെക്ടർ ബി, ഇത് വെക്ടർ സി, ഇത് വെക്ടർ ഡി. ഓക്കെ, അങ്ങനെ 4 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ പോളിഗൺ ലോ ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്. കാരണം 2 കൂടുതൽ വെക്ടേഴ്സ് വരുമ്പോൾ നമ്മൾ ട്രയാങ്കിൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം 3 സൈഡ് കൂടിപ്പോയല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പോളിഗൺ അപ്ലൈ ചെയ്യും. അപ്പോൾ പോളിഗൺ എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല, ട്രയാങ്കിൾ ലോ തന്നെയാണ്. അതായത് 2 കൂട്ടി അങ്ങ് ആഡ് ചെയ്ത് പോയാൽ മതി. അതായത് ആദ്യമേ വെക്ടർ എയും വെക്ടർ ബിയും മാത്രം നമ്മൾ ട്രയാങ്കിൾ വെച്ച് ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കൊരു റിസൾട്ടന്റ് കിട്ടുമല്ലോ. നോക്കിയേ, ഇവിടെ നമുക്ക് ട്രയാങ്കിൾ അപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കിയേ. എയുടെ തലയും ബിയുടെ വാല് തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും മാത്രം ഈ 2 മാത്രം നമുക്ക് ട്രയാങ്കിൾ വെച്ച് ആഡ് ചെയ്യാലോ. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ടന്റ് എങ്ങനെ ആയിരിക്കും നോക്കി. ഇത് ഇങ്ങനെ ആയിരിക്കില്ല അതിൻ്റെ റിസൾട്ടന്റ്. എയും ബിയും കൂടി ആഡ് ചെയ്യുമ്പോൾ റിസൾട്ടന്റ് 3ാമത്തെ സൈഡ് ആയിരിക്കും ഇൻ റിവേഴ്സ് ഓർഡർ. ഇതാണ് എയും ബിയും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആദ്യത്തെ റിസൾട്ടന്റ് R1. അതെന്തുവാ? അത് A + B ആണ്. മനസ്സിലായാലോ? ട്രയാങ്കിൾ ലോ തന്നെ. ഓക്കെ, അപ്പോൾ അങ്ങനെ A + B നമ്മൾ ആഡ് ചെയ്തു. ഇനി നമുക്ക് ഈ R1ഉം പിന്നെ ഈ സിയും കൂടി ആഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് നോക്കിയേ. കാരണം ഇവിടെയും R1 അടുത്തൊരു വെക്ടറാണ്, അതിൻ്റെ തലയും സീൻ്റെ വാലും തമ്മിലാണ് കോയിൻസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെയും ട്രയാങ്കിൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് R1ഉം സിയും കൂടി ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് എങ്ങനെ ആയിരിക്കും? 3ാമത്തെ സൈഡിന് ഓപ്പോസിറ്റ് ഓർഡർ. അപ്പോൾ ഇങ്ങനെ അടുത്തൊരു റിസൾട്ടൻ്റ് വരത്തില്ലേ? അപ്പോൾ 2ാമത്തെ റിസൾട്ടൻ്റ് ഇങ്ങനെ ആയിരിക്കും. കണ്ടോ? ഇത് R2 ആണ്. ഈ R2 നമുക്ക് എങ്ങനെ കിട്ടിയേ? ഈ R2 നമ്മൾ R1ഉം പ്ലസ് സിയും കൂടി ആഡ് ചെയ്തപ്പോഴാണ് കിട്ടിയത്. മനസ്സിലായല്ലോ? ഇനി R1ന് പകരം നമുക്ക് എന്ത് എഴുതാം? R2 എന്ന് പറഞ്ഞാൽ, സോറി, വെള്ളം വെച്ച് എഴുതാം അല്ലേ, പിങ്ക് കാണത്തില്ല. R2 = R1 പ്ലസ് സിയും കൂടി ആഡ് ചെയ്തപ്പോഴല്ലേ കിട്ടിയത്. ഇനി R1 നമുക്കറിയാതെ A + B ആ. അപ്പോൾ R2 = നമുക്ക് A + B പിന്നെ ഒരു സിയും കൂടി ഉണ്ട്. കണ്ടോ? അപ്പോൾ നമ്മൾ അങ്ങനെ 3 ആഡ് ചെയ്തല്ലോ. ഇനി നമുക്ക് ഒരെണ്ണം കൂടി ആഡ് ചെയ്യാനുണ്ട്, ഡി കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്ത ട്രയാങ്കിളിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇനി R2യും നോക്കി, R2ൻ്റെ തലയും പിന്നെ ഡീൻ്റെ വാല് തമ്മിലാണ് കോയിൻസൈഡ് ചെയ്യുന്നത്. കാര്യം മനസ്സിലായല്ലോ? കാരണം ഡീൻ്റെ ടെയിലും പിന്നെ R2ൻ്റെ ഹെഡുമാണ് കോയിൻസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ട്രയാങ്കിളിൽ അപ്ലൈ ചെയ്യാം അല്ലേ. അപ്പോൾ ഇതും കൂടി ആഡ് ചെയ്യുമ്പോൾ അവസാനം 3ാമത്തെ റിസൾട്ടൻ്റ് വരും. ഇങ്ങനെ കണ്ടോ? സ്ക്രീൻ പൊട്ടിയിരിക്കുകയാണ്, അതാണ് ഈ വളർന്നിരിക്കുന്നത് കേട്ടോ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഐപാഡിൻ്റെ സ്ക്രീനൊക്കെ പൊട്ടിപ്പോയി. ഓക്കെ, സോ R3, ഇതാണ് R3, 3ാമത്തെ റിസൾട്ടൻ്റ്. ഇത് എന്തൊക്കെ ആഡ് ചെയ്തപ്പോഴാണ് കിട്ടിയത്? ചരിച്ചെഴുതാം അല്ലേ. ദാറ്റ് ഈസ് R3 നമ്മൾ R2 പിന്നെ ഡിയും കൂടി ആഡ് ചെയ്തപ്പോഴാണ് കിട്ടിയത്. ഓഹോ, ഡിയും കൂടി ആഡ് ചെയ്തപ്പോഴാണ് കിട്ടിയത്. ക്ലിയർ അല്ലേ? സംശയമില്ലല്ലോ? ദാറ്റ് ഈസ് ഇതാണ് R2. കണ്ടോ? ഈ R2യും ഡിയും കൂടി ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 3ാമത്തെ റിസൾട്ടൻ്റ് ദാറ്റ് ഈസ് R3 കിട്ടിയത്. ക്ലിയർ അല്ലേ? അപ്പോൾ R3ൻ്റെ വാല്യൂ എന്തായിരിക്കും? ദാറ്റ് ഈസ് R3 = R2 പ്ലസ് ഡിയും കൂടിയാണ്. ഇനി R2 നമുക്കറിയാം അത് A + B + C. അപ്പോൾ ദാറ്റ് ഈസ് = A + B + C + D എന്ന് വരും. കണ്ടോ? ഇതാണ് എന്ത്? R3 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 വെക്ടേഴ്സ് നമ്മൾ A B C D 4 കൂടി ആഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഓരോ 2 വെച്ച് ആഡ് ചെയ്ത് അങ്ങ് പോകും. ഓക്കെ, അപ്പോൾ അവിടെ ട്രയാങ്കിൾ ലോ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്, പക്ഷെ അതിനെ പോളിഗൺ ലോ എന്ന് പറയും. അപ്പോൾ 2 കൂടുതൽ വെക്ടേഴ്സ് വരുമ്പോൾ നമ്മൾ പലതവണ ട്രയാങ്കിൾ ലോ ഓഫ് അഡീഷൻ അപ്ലൈ ചെയ്യേണ്ടി വരും. ആ
ആ പ്രോസസ്സിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ലോനെ പറയുന്ന പേരാണ് എന്ത്? പോളിഗൺ ലോ ഓഫ് വെക്ടർ അഡീഷൻ. അപ്പോൾ ട്രയാങ്കിൾ ലോ തന്നെ പലതവണ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് പോളിഗൺ ലോ. ക്ലിയർ അല്ലേ? ഇതിന്റെ ഡെഫിനേഷൻ ചില ബുക്സിൽ എങ്ങനെ ആയിരിക്കും എന്നറിയാം. ഒരു പോളിഗണിൽ n സൈഡ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നെറ്റ് റിസൾട്ടന്റ്, ഈ കേസിൽ നെറ്റ് റിസൾട്ടന്റ് എന്തോ R3 അല്ലേ? ഇതല്ല നെറ്റ് റിസൾട്ടന്റ്. ഈ നെറ്റ് റിസൾട്ടന്റ് ആ പോളിഗണിന്റെ ലാസ്റ്റ് സൈഡ് ആയിരിക്കും ടേക്കൺ ഇൻ റിവേഴ്സ് ഓർഡർ. അത് തന്നെയല്ലേ നമുക്ക് കിട്ടിയത്? നോക്കി, R1 എയും ബിയും സിയും ഡിയും കൂടി ആഡ് ചെയ്തപ്പോൾ കിട്ടുന്ന നെറ്റ് റിസൾട്ടന്റ് എങ്ങനെ ആയിരിക്കും? ആ പോളിഗണിന്റെ ലാസ്റ്റ് സൈഡ് ആയിരിക്കും, പക്ഷേ റിവേഴ്സ് ഓർഡറിലായിരിക്കും. അതാണ് ഇതിന്റെ ഡെഫിനേഷൻ. അത് തന്നെയാണ് നമുക്ക് കിട്ടിയത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ പോളിഗണിലോ സംശയമില്ലല്ലോ? ഓക്കെ അല്ലേ? അടുത്തതാണ് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. ഓക്കെ, അപ്പോൾ പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ സെയിം തന്നെയാണ്, ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ. ട്രയാങ്കിൾ ലോ നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്യുന്നത്? ഒരു വെക്ടറിന്റെ ഹെഡും അടുത്ത വെക്ടറിന്റെ ടെയിൽ തമ്മിൽ കോയിൻസൈഡ് ചെയ്യുമ്പോഴാണ് ട്രയാങ്കിൾ ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പാരലലോഗ്രാം ആകുമ്പോൾ രണ്ട് വെക്ടേഴ്സിന്റെ ടെയിൽ വേണം കോയിൻസൈഡ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഈ ഒരു വെക്ടറാന്ന് വിചാരിക്കുക, ഇത് വെക്ടർ എ, ഇത് വെക്ടർ എ, പിന്നെ ഇത് വെക്ടർ ബി. കണ്ട, ഇത് വെക്ടർ ബി. ഓക്കെ, അപ്പോൾ നോക്കിയേ, രണ്ട് വെക്ടേഴ്സിന്റെ ടെയിൽ അല്ലേ ഇപ്പോൾ കോയിൻസൈഡ് ചെയ്യുന്നത്? മറ്റേത് ഹെഡും ടെയിലും ആയിരുന്നു. ഇതിപ്പോൾ ഈ വെക്ടർ എന്റെ ടെയിലും വെക്ടർ ബിന്റെ ടെയിലാണ് കോയിൻസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ടെയിൽ കോയിൻസൈഡ് ചെയ്താൽ ഏത് ലോ? പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതെന്താ പറയുന്നത്? ഇത് ഇത്രേ ഉള്ളൂ. ഒരു രണ്ട് വെക്ടേഴ്സ് ഒരു പാരലലോഗ്രാമിന്റെ രണ്ട് അഡ്ജസൻറ്റ് സൈഡ് പോലെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടന്റ് ആ പാരലലോഗ്രാമിന്റെ ഡയഗണൽ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ അത് ഇങ്ങനെ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് പടം വരയ്ക്കാം. ഈ പാരലലോഗ്രാം നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എയും ബിയും ഇവിടെ നോക്കുമ്പോൾ ഒരു പാരലലോഗ്രാമിന്റെ രണ്ട് അഡ്ജസൻറ്റ് സൈഡാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടന്റ് എങ്ങനെയായിരിക്കും? ഇതേ കോമൺ എൻഡിന്ന് ഉള്ള എന്തായിരിക്കും? ഡയഗണൽ ആയിരിക്കും. അത് ആ പാരലലോഗ്രാമിന്റെ ഡയഗണൽ ആയിരിക്കും. ഇതാണ് എന്ത്? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടന്റ്. ദാറ്റ് ഈസ് R. ഈ R is equal to A plus B ആണ്. മനസ്സിലായാലും ഇതാണ് എന്ത്? പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. ഇനി ഇത് ശരിക്കും ട്രയാങ്കിൾ ലോ ഓഫ് അഡീഷൻ തന്നെയാണ്. ട്രയാങ്കിൾ ലോ തന്നെയാണ്, വേറെ ഇത് മെത്തേഡ് വേറെ ആണെന്നേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു, ഒരു വെക്ടർ നമുക്ക് പാരലായിട്ട് എങ്ങോട്ട് വേണമെങ്കിലും ഷിഫ്റ്റ് ചെയ്യിക്കാമല്ലോ അല്ലേ? ഒരു വെക്ടർ നമുക്ക് ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് പാരലായിട്ട് ഷിഫ്റ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ നോക്കി, ഞാനിപ്പോൾ ഈ ബി മാത്രം ഒന്ന് ഷിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. ഓക്കെ, ഈ ബി ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ഞാൻ ഈ തലയും വാലും തമ്മിൽ മുട്ടിച്ചാൽ ഇത് ട്രയാങ്കിൾ ലോ തന്നെ അല്ലേ? നോക്കി, ഞാനിപ്പോൾ ബീനെ ഇവിടുന്ന് കൊണ്ടുപോയി ഇവിടെ കൊണ്ട് വെച്ചു എന്ന് വിചാരിക്കും. പാരലായിട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഇത് ട്രയാങ്കിൾ ലോ തന്നെ അല്ലേ? നോക്കി, കാരണം ഒരു വെക്ടറിന്റെ തലയും അടുത്ത വെക്ടറിന്റെ വാല് തമ്മിൽ മുട്ടുമ്പോൾ ട്രയാങ്കിൾ ആണ്, രണ്ട് സൈഡായി. അപ്പോൾ വെക്ടറിന്റെ മൂന്നാമത്തെ സൈഡിന് ഓപ്പോസിറ്റ് ഓർഡർ ആയിരിക്കും. ഇത് തന്നെയല്ലേ ട്രയാങ്കിളും പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ പാരലലോഗ്രാമും പിന്നെ ഈ പറഞ്ഞ ട്രയാങ്കിൾ സെയിം തന്നെയാണ്, വെക്കുന്ന വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ക്ലിയർ അല്ല? അതുകൊണ്ട് ഇക്വേഷൻസ് എല്ലാം സെയിം ആയിരിക്കും. ഓക്കെ, തലയും ടെയിൽ തമ്മിലാണെങ്കിൽ പാരലലോഗ്രാം, അതേസമയം നമ്മൾ അതിനെ ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ ഇതിനെ ഇവിടെ നിന്ന് എടുത്ത് ഈ പോയിന്റിൽ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ട് വെച്ചാൽ അത് ട്രയാങ്കിൾ ആണ്. കാര്യം മനസ്സിലാവും? അപ്പോൾ ഒരാൾക്ക് ട്രയാങ്കിൾ അറിയാമെന്നുണ്ടെങ്കിൽ അത് മാത്രം പഠിച്ചാൽ മതി, പാരലലോഗ്രാം പഠിക്കണമെന്നില്ല. പാരലലോഗ്രാം മാത്രം അറിയാമെന്നുണ്ടെങ്കിൽ പാരലലോഗ്രാം മാത്രം പഠിച്ചാൽ മതി. അന്നേരം ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ പാരലലോഗ്രാം അപ്ലൈ ചെയ്യാനത് ഇങ്ങനെ എടുത്ത് വെച്ചാൽ മതി. പാരലായിട്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് ടെയിൽ തമ്മിൽ മുട്ടിച്ചാൽ മതി. കാര്യം മനസ്സിലാവും? ബാക്കി 3 ലോസും എന്താണ്? സെയിം ആണ്. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ 3 ലോസിന്റെ ഡെഫിനേഷൻ പഠിച്ചു. ഇനി നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? അതിന്റെ ഇക്വേഷൻ പഠിക്കാനുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ 3 ലോസ് സെയിം ആണ്, അതുകൊണ്ട് 3ന്റെ ഇക്വേഷൻ സെയിം ആയിരിക്കുമല്ലോ. ക്ലിയർ അല്ലേ? പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. പാരലലോഗ്രാമും ട്രയാങ്കിളിലും ഒരു വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ഉണ്ടല്ലോ, ഇത് ആംഗിൾ തരും, ഒരു തീറ്റ ആംഗിൾ തരും. അപ്പോൾ തീറ്റ ആംഗിൾ എടുക്കുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. എങ്ങനെയാണെന്ന് നോക്കിയേ, ഇതിപ്പം ഇവിടെ ഈ രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ഇത് ഈ തീറ്റയാണ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ ഈ തീറ്റ അങ്ങ് എടുക്കാൻ പറ്റും. കാരണം കഴിഞ്ഞ വീഡിയോ നമ്മൾ പഠിച്ച രണ്ട് വെക്ടേഴ്സ് തമ്മിൽ നമ്മൾ തീറ്റ എടുക്കണമെന്നുണ്ടെങ്കിൽ, ആംഗിൾ എടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് വെക്ടേഴ്സിന് ടെയിൽ വേണം കോയിൻസൈഡ് ചെയ്യാൻ അല്ലേ? അപ്പോൾ ഈ തീറ്റ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ അതേസമയം ട്രയാങ്കിൾ ലോ ആണെങ്കിലുണ്ടല്ലോ, ട്രയാങ്കിൾ ലോ ചിലപ്പോൾ ഈ തീറ്റ ആയിരിക്കും തരുന്നത്, പക്ഷേ ഈ തീറ്റ നമുക്ക് എടുക്കാൻ ഒക്കത്തില്ല. കാരണം ഒരു വെക്ടറിൻ്റെ ഹെഡും അടുത്ത വെക്ടറിൻ്റെ ടെയിൽ തമ്മിൽ കോയിൻസൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ തീറ്റ അല്ല തീറ്റ
അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ വെക്ടർ ഇവിടുന്ന് ഈ വെക്ടർ ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഈ തീറ്റ വേണം എടുക്കാൻ. മനസ്സിലായോ? ഈ തീറ്റ വേണം എടുക്കാൻ. അപ്പോൾ തീറ്റ എടുക്കുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. രണ്ട് ലോസ് സെയിം ആണെങ്കിലും പാരലലോഗ്രാമിൽ സിമ്പിളാണ്. പാരലലോഗ്രാമിൽ അവർ തരുന്ന വെക്ടർ തന്നെ അങ്ങ് എടുത്താൽ മതി, കാരണം ടെയിൽ തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്നത്. പക്ഷേ ട്രയാങ്കിൾ ആകുമ്പോഴത്തേക്കും ഇതെന്ത് ചെയ്യണം, ഈ സാധനം ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഈ തീറ്റ ആണ് എടുക്കാൻ. ഈ തീറ്റ എടുക്കാൻ പറ്റത്തില്ല, കാരണം ഹെഡ് ടെയിൽ തമ്മിൽ കോയിൻസൈഡ് ചെയ്യും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആ സാധനം തന്നെ. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് പാരലലോഗ്രാം ആയിരിക്കും, കാരണം പാരലലോഗ്രാം സേഫ് ആണ്. ട്രയാങ്കിൾ ആകുമ്പോഴത്തേക്കും തെറ്റാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പെട്ടെന്ന് അവർ തരുന്ന തീറ്റ അങ്ങ് എടുത്തു പോകും. പക്ഷെ ശരിക്കും അങ്ങനെയല്ല, നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ട് അടുത്ത വേറെ തീറ്റയാണ് എടുക്കേണ്ടത്. ഓക്കെ, അതുകൊണ്ട് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പാരലലോഗ്രാം ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് പാരലലോഗ്രാം തന്നെ എടുക്കാം. ഇക്വേഷൻ എന്തായാലും മൂന്നെടുത്ത് സെയിം ആണ്. ഓക്കെ, സോ ഇത് വെക്ടർ എയും വെക്ടർ ബി ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഇത് വെക്ടർ എ, ഇത് വെക്ടർ ബി. ഓക്കെ, ഇത് തമ്മിലുള്ള തീറ്റ തന്നിട്ടുണ്ട്, ആംഗിൾ തന്നിട്ടുണ്ട് തീറ്റ. അപ്പോൾ നമ്മളിത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം നമുക്ക് പാരലലോഗ്രാം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം അല്ലേ? ഇങ്ങനെ ഒരു പാരലലോഗ്രാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇതിൻ്റെ റിസൾട്ടൻറ്റ് എങ്ങനെയായിരിക്കും എന്നാണ് പറഞ്ഞത്, പാരലലോഗ്രാം അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഈ കോമൺ പോയിന്റിൽ നിന്നുള്ള ഡയഗണൽ ആയിരിക്കും, ആ പാരലലോഗ്രാമിൻ്റെ ഡയഗണൽ ആയിരിക്കും റിസൾട്ടൻറ്റ് അല്ലേ? അപ്പോൾ ഇതാണ് ആ റിസൾട്ടൻറ്റ്. ഓക്കെ, ഈ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമുക്ക് വേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് നോക്കിയേ. എടാ, നമുക്ക് ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഇടാൻ പറ്റുമോ എന്ന് നോക്കിയത്. ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ഇടാമല്ലോ താഴോട്ട്. ഓക്കെ, ഓക്കെ, പിന്നെ ഇത് ഇവിടെ നിന്ന് ഇതൊന്നും വലിച്ചു നീട്ടാം ഇങ്ങോട്ടേക്ക്. ഓക്കെ, എടാ ഇത് നോക്കിയേ. എടാ ഇത് ബി അല്ലേ? എടാ ഈ സാധനം ബി അല്ലേ? അപ്പോൾ ഇതും ബി ആയിരിക്കുമല്ലോ, കാരണം പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും സെയിം ആണ്. അപ്പോൾ ഇത് ബി ആണെങ്കിൽ ഇതും ബി തന്നെ ആയിരിക്കും. ക്ലിയർ അല്ലേ? എടാ ഇനി ഇത് തീറ്റ ആണെങ്കിൽ ഇതും തീറ്റ ആയിരിക്കത്തില്ലേ? കാരണം ഇത് ബി, ഇത് എ, ഇത് തമ്മിൽ തീറ്റ ആണെന്നുണ്ടെങ്കിൽ ഇതും ബി തന്നെയല്ലേ? ഇവിടെയും എൻ്റെ അതേ ഡയറക്ഷൻ അല്ലേ? അപ്പോൾ ഇതും തീറ്റ തന്നെ ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ സൈഡും ബി തന്നെയാണ്. മനസ്സിലായല്ലോ? ഈ സൈഡ് ഇത് കണ്ട. ഇനി ഇതെന്തുവാ, ഈ ആംഗിൾ എന്തുവാ? ഇത് തീറ്റ തന്നെയാണ്. ഇനി നമ്മൾ ട്രിഗ്നോമെട്രി പഠിച്ചിട്ടുണ്ട്. ഈ സൈഡ് ബിയും പിന്നെ തീറ്റ ആണെന്നുണ്ടെങ്കിൽ ഇത് ഈ സൈഡ് ബി സൈൻ തീറ്റ ആയിരിക്കത്തില്ലേ? ഈ സൈഡ് ബി സൈൻ തീറ്റ ആയിരിക്കും, ഈ സൈഡ് ബി കോസ് തീറ്റ ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഇത് ബി കോസ് തീറ്റയാണ്. കാര്യം മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ബീൻ്റെ രണ്ട് കോമ്പണൻസ് എടുത്തു, ദാറ്റ് ഈസ് ഇത് ബി സൈൻ തീറ്റയും ഇത് ബി കോസ് തീറ്റ. ട്രിഗ്നോമെട്രി ആണ് അല്ലേ, നമ്മൾ പഠിച്ചതാണ്. ഇനി നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഈ ആറല്ലേ വേണ്ടത്, ഈ ആറാണ്, ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ദേ ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ കാണാൻ പറ്റുന്നുണ്ടോ നോക്കിയത്. ഇങ്ങനത്തെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഇല്ലേ, ഇതിങ്ങനെ കണ്ടോ? ഇത് 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ദേ ഈ ട്രയാങ്കിൾ നോക്കി, ഈ റൈറ്റ് ട്രയാങ്കിൾ. ഓക്കെ, അതിൽ നമുക്കത് ഈ സൈഡ് അറിയാമല്ലോ, ഈ സൈഡ് നമുക്കറിയാമല്ലോ. ഇതെന്തുവാ? അത് ബി കോസ് തീറ്റ അല്ലേ, ബി സൈൻ തീറ്റ അല്ലേ? പിന്നെ ഈ സൈഡ് നമുക്കറിയാം. ഈ സൈഡ് എന്തുവാ? ഒന്ന് എയും പിന്നെ ഒന്ന് ബി കോസ് തീറ്റയും അല്ലേ? അതല്ലാതെ മൊത്തം സൈഡ് ഇത്രയും എ, ബാക്കി ബി കോസ് തീറ്റ. അപ്പോൾ ഈ സൈഡ് കണ്ടുപിടിക്കാനായിട്ട് റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ മതിയല്ലോ അല്ലേ? അപ്പോൾ നമുക്കറിയാം ബൈ പൈത്തഗോറസ് അല്ലെ, പൈത്തഗോറിയൻ തിയറം, പൈത്തഗോറസ് തിയറം അല്ലേ? എന്തുവാ? ഹൈപ്പോട്ട്ന്യൂസിൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസിൻ്റെ സ്ക്വയർ പ്ലസ് ഹൈറ്റിൻ്റെ സ്ക്വയറാണ്. ശരിയല്ലേ? ഇവിടെ ഹൈപ്പോട്ട്ന്യൂസ് ചെയ്താൽ റിസൾട്ടൻ്റ് അല്ല ഹൈപ്പോട്ട്ന്യൂസ്. അപ്പോൾ റിസൾട്ടൻറ്റിൻ്റെ സ്ക്വയർ നമുക്ക് മാഗ്നിറ്റ്യൂഡാണ് വേണ്ടത്. ഓക്കെ, റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് കേട്ടോ, റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ആ മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ബേസ് ചെയ്താൽ ഇതല്ലേ ബേസ്, ഇതാണ് ബേസ്. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ഒന്ന് എയും ഉണ്ട്, പിന്നെ ഒന്ന് ബി കോസ് തീറ്റയും ഉണ്ട്. അപ്പോൾ എ പ്ലസ് ബി കോസ് തീറ്റ അതിൻ്റെ സ്ക്വയർ, ഇതാണ് ബേസിൻ്റെ സ്ക്വയർ പ്ലസ് ഹൈറ്റ് ഏതാ? ഇതല്ലേ ഹൈറ്റ്. ആ ഹൈറ്റ് എന്തുവാ? ബി സൈൻ തീറ്റ ആണ്. അപ്പോൾ ബി സൈൻ തീറ്റൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് ബി സൈൻ തീറ്റ അതിൻ്റെ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ 6 സോൾവ് ചെയ്ത് വരുമ്പോൾ എത്ര കിട്ടൂടാ? ഒന്ന് നോക്കിയേ. റൂട്ട് ഓഫ് എ പ്ലസ് ക്യാപിറ്റൽ ബി അല്ലേ, ക്യാപിറ്റൽ ബി എടുത്താൽ മതി. ബി കോസ് തീറ്റ അതിൻ്റെ ഹോൾ സ്ക്വയർ പ്ലസ് ബി സൈൻ തീറ്റ അതിൻ്റെ ഹോൾ സ്ക്വയർ. ഇനി അകത്തോട്ട് സ്ക്വയർ എടുത്തേ. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ പ്ലസ് ബി കോസ് തീറ്റൻ്റെ ഹോൾ സ്ക്വയർ എടുക്കുമ്പോൾ എത്ര കിട്ടൂടാ? എ സ്ക്വയർ പ്ലസ്
2ab cos theta പ്ലസ് ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ശരിയല്ലേ? നമ്മൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab അതാണ് ഇക്വേഷൻ. ഓക്കെ, പ്ലസ് ഇവിടെ ഒരു ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റയും കൂടി ഉണ്ട്. ക്ലിയർ അല്ലേ? ഇനി ആർ ഇസ് ഈക്വൽ ടു നോക്കിയേ, ഈ ടേമിൽ നിന്ന് നമുക്ക് ബി കോമൺ എടുക്കാൻ പറ്റുമോ നോക്കിയേ അല്ലേ? അപ്പോൾ ബി കോമൺ എടുക്കുമ്പോൾ മിച്ചം കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ വരും അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നമ്മൾ കോമൺ എടുത്തു, ബ്രാക്കറ്റിൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. ഓക്കെ, പ്ലസ് പിന്നെ ഒരു 2ab കോസ് തീറ്റ എന്നും ഉണ്ട്. ഓക്കെ, ഇനി നമുക്കറിയാം കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, നമ്മൾ ട്രിഗ്നോമെട്രി പഠിച്ചതല്ലേ? ബേസിക് മാത്തമാറ്റിക്സ് നമ്മൾ മൊത്തം പഠിച്ചതാണ്. അപ്പോൾ ആർ ഇസ് ഈക്വൽ എന്നൊന്ന് വരും, ദാറ്റ് ഈസ് ആർ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻറ്റ് ആർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ഈ ടേം അങ്ങ് 1 ആയിപ്പോയി, പ്ലസ് 2ab കോസ് തീറ്റ എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ റിസൾട്ടൻറ്റിൻ്റെ ഇക്വേഷൻ കിട്ടിയല്ലോ. റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. അതിൽ തീറ്റ എന്തുവാ? തീറ്റ ഈ എയും ബിയും തമ്മിലുള്ള ആംഗിളാണ്. ക്ലിയർ അല്ല? അപ്പോൾ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടി. ഇനി റിസൾട്ടൻറ്റ് വെക്ടർ ആയതുകൊണ്ട് അതിൻ്റെ ഡയറക്ഷൻ കൂടി വേണമല്ലോ. ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? അപ്പോൾ ഡയറക്ഷൻ ഒരു വെക്ടറിൻ്റെ റിസൾട്ടൻറ്റിൻ്റെ വെക്ടർ കണ്ടുപിടിക്കാനായിട്ട്, ഒരു വെക്ടറിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ഒരു റെഫറൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ റെഫറൻസ് എപ്പോഴും താഴത്തെ വെക്ടറാണ് എടുക്കുന്നത്, ഈ എ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഡയറക്ഷൻ കണ്ടുപിടിക്കാനത് ഈ ആൽഫ കണ്ടുപിടിച്ചാൽ മതി, ഈ ആംഗിൾ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, കാരണം ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ എൻ്റെ ഡയറക്ഷൻ അറിയാവുന്ന വിചാരിക്കും, എയും ആർ തമ്മിലുള്ള ആംഗിളും അറിയാവുന്ന വിചാരിക്കും. അപ്പോൾ നമുക്ക് ആറിൻ്റെ ഡയറക്ഷൻ കിട്ടുമല്ലോ. ക്ലിയർ അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എ എന്ന് പറയുന്നത് ഈസ്റ്റിലേക്കാണെന്ന് വിചാരിക്കും. ഓക്കെ, ആറും ഈ എയും തമ്മിലുള്ള 30 ഡിഗ്രി ആംഗിൾ കിട്ടിയെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആറിൻ്റെ ഡയറക്ഷൻ പറയാമല്ലോ, ആറ് ഈസ്റ്റിൽ നിന്ന് 30 ഡിഗ്രിയിലേക്കാണ്, അങ്ങനെ പറയാമല്ലോ. അതുകൊണ്ട് ഈ ആൽഫ കിട്ടിയാൽ മതി. ഈ ആൽഫയാണ് ഈ ആറിൻ്റെ, ഈ ആംഗിളാണ് ആറിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആൽഫ എങ്ങനെ കിട്ടും? സെയിം ട്രയാങ്കിൾ തന്നെ എടുത്താൽ മതി. ഇതല്ലേ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഇതാണ് ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഈ ആംഗിളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ടാൻ ആൽഫ കണ്ടുപിടിച്ചാൽ പോരെ, കാരണം ഓപ്പോസിറ്റ് സൈഡ് ബി സൈൻ തീറ്റയാണ്, പിന്നെ അഡ്ജസ്റ്റൻറ്റ് സൈഡ് എ പ്ലസ് ബി കോസ് തീറ്റ അല്ലേ? അപ്പോൾ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ, മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്, കണ്ടോ? ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്, ഇതാണ് അഡ്ജസ്റ്റൻറ്റ് സൈഡ്. അപ്പോൾ നമുക്ക് ടാൻ ആൽഫ കണ്ടുപിടിക്കാം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു അഡ്ജസ്റ്റൻറ്റ് സൈഡ് എന്തുവാ? എ പ്ലസ് ബി കോസ് തീറ്റയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഡയറക്ഷൻ്റെ ഇക്വേഷൻ എന്താ? ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ പ്ലസ് എ പ്ലസ് ബി കോസ് തീറ്റ. അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു ഇതിൽ നിന്ന് ടാൻ ഇൻവേഴ്സ് ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും ബൈ ഹാർട്ട് ചെയ്യണം. റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഡയറക്ഷൻ്റെ ഇക്വേഷൻ എന്താ? ആൽഫ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ബി സൈൻ തീറ്റ പ്ലസ് ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ റെഫറൻസ് ചെയ്ത് എടുത്തേക്കുന്നത് എ ആണ് റെഫറൻസ് എടുത്തേക്കുന്നത് കേട്ടോ. നമ്മൾ എന്ന് റെഫറൻസ് ആക്കിക്കൊണ്ടാണ് നമ്മൾ ഡയറക്ഷൻ ആൽഫ കണ്ടുപിടിച്ചത്. അതേസമയത്ത് ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ബിന്ന് എത്ര ആംഗിളാണെന്ന് ചിലപ്പോൾ ചോദിക്കാം. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ റെഫറൻസ് ബി ആയിരിക്കും, ബിന്ന് റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ എത്രയാണെന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ആംഗിൾ വേണം കണ്ടുപിടിക്കാൻ. കാര്യം മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ വേറെ ഒന്നുമല്ല, നമ്മൾ ഈ ആംഗിൾ കണ്ടുപിടിച്ചിട്ട് മൊത്തം തീറ്റയിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. നമുക്ക് മൊത്തം തീറ്റ അവർ തരും, ഈ ആംഗിൾ കണ്ടുപിടിച്ചിട്ട് ഇതാണ് ചോദിക്കുന്നതെങ്കിൽ തീറ്റയിൽ നിന്ന് ആൽഫ മൈനസ് ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും ബൈ ഹാർട്ട് ചെയ്യണം. അടുത്തത് ഇനി നമുക്ക് കുറച്ച് സ്പെഷ്യൽ കേസസ് പഠിക്കാനുണ്ട്. ഓക്കെ, കേസ് വൺ സ്പെഷ്യൽ കേസസ്. നമുക്ക് റിസൾട്ടൻറ്റിൻ്റെ ഇക്വേഷൻ എന്താ കിട്ടിയ? മാഗ്നിറ്റ്യൂഡിൻ്റെ ഇക്വേഷൻ, ദാറ്റ് ഈസ് ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഇതല്ലേ നമുക്ക് കിട്ടിയത്? ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എടാ നമുക്ക് റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാക്സിമം കിട്ടണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഈ ആറിൻ്റെ വാല്യൂ മാക്സിമം കിട്ടണമെന്നുണ്ടെങ്കിൽ, എയും ബി വേരിയബിൾ ആണ്, അത് നമുക്ക് മാറ്റി നമുക്ക് വേറെ വാല്യൂസ് ഇടാം. അപ്പോൾ എയും ബീൻ്റെ വാല്യൂ മാക്സിമം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കോസ് തീറ്റൻ്റെ വാല്യൂ മാക്സിമം ആയാൽ പോരെ.
കാരണം കോസ് തീറ്റൻ്റെ വാല്യൂ മാക്സിമം ആണെങ്കിൽ ഈ മുഴുവൻ വാല്യൂ മാക്സിമം ആയിരിക്കും. അപ്പോൾ ആർ മാക്സിമം ആയിരിക്കും. അപ്പോൾ ആർ മാക്സിമം കിട്ടാനായിട്ട് കണ്ടീഷൻ എന്തായിരിക്കും? കോസ് തീറ്റൻ്റെ വാല്യൂ മാക്സിമം ആയാൽ പോരെ. കോസ് തീറ്റൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ്? 1 ആണെന്നറിയാമല്ലോ. ക്ലിയർ അല്ലേ? നമ്മൾ ട്രിഗ്നോമെട്രി പഠിച്ചാണ് കോസ് തീറ്റൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്. ഇനി കോസ് തീറ്റൻ്റെ വാല്യൂ മാക്സിമം 1 ആണെങ്കിൽ തീറ്റൻ്റെ വാല്യൂ എത്ര? തീറ്റൻ്റെ വാല്യൂ 0 ഡിഗ്രി ആണ്. 0 ഡിഗ്രിയിലാണ് കോസിൻ്റെ വാല്യൂ 1 വരുന്നത്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ നോക്കിയേ, അങ്ങനെ വരുമ്പോൾ ആർ മാക്സിൻ്റെ വാല്യൂ എത്രയെന്ന് കിട്ടും? ആർ മാക്സ് ഇസ് ഈക്വൽ ടു √(a² + b² + 2ab). കോസ് തീറ്റൻ്റെ പകരം നമുക്ക് വാല്യൂ 1 ഇടാമല്ലോ. ക്ലിയർ അല്ലേ? കോസ് തീറ്റൻ്റെ വാല്യൂ മാക്സിമം ആകുമ്പോഴാണ് ആർ മാക്സ് വരുന്നത്. അപ്പോൾ ഇൻറ്റു 1 എന്ന് വരും. ക്ലിയർ അല്ലേ? ഇനി ആർ മാക്സ് ഇസ് ഈക്വൽ ടു എടാ ഈ (a² + b² + 2ab) ഇത് ശരിക്കും a+b² എക്സ്പാൻഷൻ അല്ലേ? നമുക്കിതിനെ a+b² ആയിട്ട് എഴുതാമല്ലോ. ക്ലിയർ അല്ലേ? a+b² ആയിട്ട് എഴുതാം, കാരണം അതിൻ്റെ എക്സ്പാൻഷനാണ് (a² + b² + 2ab) അല്ലേ? അപ്പോൾ ഇനി സ്ക്വയറിൽ നിന്ന് റൂട്ട് എടുക്കുമ്പോൾ എന്തോന്ന് കിട്ടും? ദാറ്റ് ഇസ് ആർ മാക്സ് ഇസ് ഈക്വൽ ടു a + b എന്ന് കിട്ടും. ഓക്കെ, മാഗ്നിറ്റ്യൂഡാണ്. ഓക്കെ, അപ്പോൾ a + b എന്ന് കിട്ടും. വേണമെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി, a + b ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ രണ്ട് വെക്ടേഴ്സ് തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അവിടെ കിട്ടാവുന്ന ഏറ്റവും മാക്സിമം റിസൾട്ടൻറ്റ് എത്രയാ? ദാറ്റ് ഈസ് a + b ആണ്. മനസ്സിലായല്ലോ? a + b ആയിരിക്കും ആ ആർ മാക്സ്, ദാറ്റ് ഈസ് റിസൾട്ടൻറ്റിൻ്റെ മാക്സിമം വാല്യൂ. ഇതിൻ്റെ കണ്ടീഷൻ എന്തുവാ? ഈ റിസൾട്ടൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ എന്തുവാ? രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യുമ്പോൾ റിസൾട്ടൻറ്റ് മാക്സിമം കിട്ടണമെന്നുണ്ടെങ്കിൽ കോസ് തീറ്റേൻ്റെ വാല്യൂ 1 ആയിരിക്കണം, ദാറ്റ് ഈസ് തീറ്റേൻ്റെ വാല്യൂ 0 ഡിഗ്രി ആയിരിക്കണം. ആറും ദാറ്റ് ഈസ് എയും ബിയും തമ്മിൽ തീറ്റ 0 ഡിഗ്രി ആകുമ്പോഴാണ് ആർ മാക്സിമം റിസൾട്ടൻറ്റ് മാക്സിമം കിട്ടുന്നത്. ഇനി തീറ്റ 0 ഡിഗ്രി ആണെങ്കിൽ അങ്ങനത്തെ വെക്ടേഴ്സ് നമ്മൾ എന്താ പറയുന്നത്? അതിന് നമ്മൾ പാരലൽ വെക്ടേഴ്സ് എന്നല്ലേ പറയുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലേ? ദാറ്റ് ഈസ് എയും ബിയും തമ്മിലുള്ള ആംഗിൾ തീറ്റ 0 ഡിഗ്രി, ദാറ്റ് ഈസ് പാരലൽ വെക്ടേഴ്സ് ആകുമ്പോൾ റിസൾട്ടൻറ്റ് മാക്സിമം ആയിരിക്കും. അത് നമുക്ക് അല്ലെങ്കിലും അറിയാവുന്ന ഒരു കാര്യമല്ലേ? ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ബോഡിയെ തള്ളി നീക്കുകയെന്ന് വിചാരിക്കും. ഒരു ബോഡീൻ്റെ പുറത്ത് ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു കാറിനെ നമ്മൾ കുറേ പേര് ഉന്തിത്തള്ളി നീക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒരേ ഡയറക്ഷനിൽ പാരലായിട്ട് പുഷ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് മാക്സിമം റിസൾട്ടൻറ്റ് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ അതേ സെയിം കൺസെപ്റ്റ് ആണ്. അപ്പോൾ റിസൾട്ടൻറ്റ് മാക്സിമം കിട്ടണമെങ്കിൽ രണ്ടും കൂടി എങ്ങനെ ആയിരിക്കണം? പാരലൽ ആയിരിക്കണം. അപ്പോഴാണ് ആർ മാക്സ് കിട്ടുന്നത്. മനസ്സിലായല്ലോ? ഇതാണ് കേസ് 1. ഇനി കേസ് 2. കേസ് 2 എന്തായിരിക്കും? ആർ മിനിമം അല്ലേ? റിസൾട്ടൻറ്റ് മിനിമം കിട്ടണമെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. ദാറ്റ് ഈസ് എയും ബിയും കൂടി ആഡ് ചെയ്യുമ്പോൾ റിസൾട്ടൻറ്റ് മിനിമം കിട്ടണമെന്നുണ്ടെങ്കിൽ കോസ് തീറ്റേൻ്റെ വാല്യൂ മിനിമം ആയാൽ മതി, നേരത്തെ മാക്സിമം ആയതുപോലെ. ഇനി കോസ് തീറ്റേൻ്റെ മിനിമം വാല്യൂ എത്രയാണ്? അത് -1 ആണ് നമുക്കറിയാം. കോസ് തീറ്റേൻ്റെ മിനിമം വാല്യൂ 0 അല്ല, -1 ആണ് കേട്ടോ, തെറ്റിപ്പോയില്ല. കോസ് തീറ്റേൻ്റെ മിനിമം വാല്യൂ എത്രയാണ്? -1 ആണ്. ഓക്കെ, ഇതൊക്കെ സംശയം ഉണ്ടെങ്കിൽ ബേസിക് മാത്തമാറ്റിക്സ് നമ്മൾ ട്രിഗ്നോമെട്രി കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട്. ട്രിഗ്നോമെട്രി അറിയാമത്തവർ ജസ്റ്റ് പഠിച്ചു വയ്ക്കുക കേട്ടോ. വീഡിയോ ഉണ്ട്, ഫുൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മൊത്തം കോൺസെപ്റ്റും മൊത്തം ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ വേണ്ടവർക്ക് പോയി കണ്ടാൽ മതി. ഓക്കെ, ഇനി കോസ് തീറ്റേൻ്റെ വാല്യൂ മാക്സിമം ആണെന്നുണ്ടെങ്കിൽ തീറ്റേൻ്റെ വാല്യൂ എത്ര? തീറ്റേൻ്റെ വാല്യൂ 180 ഡിഗ്രി ആണ്. കാര്യം മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? അപ്പോൾ കണ്ടീഷൻ എന്താണെന്ന് നോക്കിയേ. എയും ബിയും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ റിസൾട്ടൻറ്റ് മിനിമം കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ആ എയും ബിയും തമ്മിൽ ആംഗിൾ എത്ര ആയിരിക്കണം? 180 ഡിഗ്രി ആയിരിക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ വാല്യൂ എത്ര കിട്ടുമെന്ന് ആലോചിച്ച് നോക്കിയേ. ദാറ്റ് ഈസ് ആർ മിനിമം ഇസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താ? a² + b² + 2ab cos θ. അപ്പോൾ a² + b² + 2ab cos θൻ്റെ വാല്യൂ -1 ആണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇൻറ്റു -1 എന്ന് വരും. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു a² + b² - 2ab എന്ന് വരത്തില്ലേ? മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2ab എന്നാവും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ആർ മിനിമം ഇസ് ഈക്വൽ ടു എടാ ഈ a² + b² - 2ab ഇത് a - bൻ്റെ എക്സ്പാൻഷൻ അല്ലേ? a - b² എക്സ്പാൻഷൻ അല്ലേ? അപ്പോൾ ഇതിനെങ്ങനെ എഴുതാമല്ലോ? ദാറ്റ് ഈസ് a - b² എങ്ങനെയായിട്ട് എഴുതാമല്ലോ? ക്ലിയർ അല്ലേ? ഇനി സ്ക്വയറിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ആർ മിനിമം ഇസ് ഈക്വൽ ടു a - b എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ രണ്ട് വെക്ടേഴ്സ് തമ്മിൽ റിസൾട്ടൻറ്റ് മിനിമം കിട്ടുന്ന എപ്പോഴാണ്? അത് രണ്ടും തമ്മിൽ മൈനസ് ചെയ്യുമ്പോഴാണ്. കാര്യം മനസ്സിലായാൽ a - b ആയിരിക്കും മിനിമം വാല്യൂ. ഓക്കെ അല്ലേ? ഇതിൻ്റെ കണ്ടീഷൻ എന്തുവാടാ?
ഇതിൽ കണ്ടീഷൻ എന്താ, ഇതിൽ കോസ് തീറ്റേൻ്റെ വാല്യൂ -1 ആയിരിക്കണം. ദാറ്റ് ഈസ് തീറ്റ ഷുഡ് ബി 180 ഡിഗ്രി. ഇനി തീറ്റ 180 ഡിഗ്രി, എയും ബിയും തമ്മിൽ തീറ്റ 180 ഡിഗ്രി എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, രണ്ട് വെക്ടേഴ്സ് എങ്ങനെ ആയിരിക്കും, ആൻറ്റി പാരലൽ ആയിരിക്കും അല്ലേ. നേരത്തെ പാരലൽ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ആൻറ്റി പാരലൽ ആയിരിക്കും. അപ്പോൾ ഇത് എ ഇത് ബി ആണെങ്കിൽ ഇപ്പോൾ നോക്കിയാൽ ആൻറ്റി പാരലൽ അല്ലേ, നോക്കിയാൽ തീറ്റേൻ്റെ വാല്യൂ എത്രയാണ്, 180 ഡിഗ്രിയാണ്. അങ്ങനെ ആൻറ്റി പാരലൽ വെക്ടേഴ്സ് തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ റിസൾട്ടൻ്റ് എങ്ങനെയായിരിക്കും, മിനിമം ആയിരിക്കും. കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ആർ മാക്സ് കിട്ടുന്ന കണ്ടീഷൻ എന്താ, പാരലൽ ആയിരിക്കണം. ആർ മിനിമം കിട്ടണമെന്നുണ്ടെങ്കിൽ ആൻറ്റി പാരലൽ ആയിരിക്കണം. മാക്സിമത്തിൻ്റെ വാല്യൂ രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി, മിനിമം രണ്ടും കൂടി മൈനസ് ചെയ്താൽ മതി. കാര്യം മനസ്സിലായല്ലോ, ക്ലിയർ അല്ലേ. അപ്പോൾ ഒരു റിസൾട്ടൻറ്റിൻ്റെ റേഞ്ച് എന്തായിരിക്കും, റേഞ്ച് എന്ന് പറയാമോ, റിസൾട്ടൻറ്റിൻ്റെ റേഞ്ച്. റിസൾട്ടൻ്റ് എന്ന് പറയുമ്പോൾ അതിന് മാക്സിമം വാല്യൂ എ പ്ലസ് ബി ആണ്. റിസൾട്ടൻറ്റിന് മിനിമം വാല്യൂ എത്രയാണ്, എ മൈനസ് ബി ആണ്. ഓക്കെ, ഇത് പഠിച്ചു വെക്കണം. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അതായത് റിസൾട്ടൻറ്റിന് എത്താവുന്ന മാക്സിമം വാല്യൂ എത്രയാണ്, എ പ്ലസ് ബി. അതാണ് ആർ മാക്സ്. മിനിമം വാല്യൂ എത്രയാണ്, എ മൈനസ് ബി. അപ്പോൾ റിസൾട്ടൻ്റ് എപ്പോഴും മാക്സിമം മിനിമം വാല്യൂവിൻ്റെ ഇടയ്ക്കായിരിക്കും. അതിനേക്കാളും കൂടത്തുമില്ല, അതിനേക്കാളും കുറയത്തുമില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എൻ്റെ വാല്യൂ ഒരു 10 ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കും. ഓക്കെ, ബിൻ്റെ വാല്യൂ ഒരു 5 ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് മാക്സിമം കിട്ടാവുന്ന വാല്യൂ എത്രയാണ്, നമുക്ക് ആറിൻ്റെ വാല്യൂ അങ്ങേയറ്റം 15 കിട്ടത്തുള്ളൂ. 15 കൂടുതൽ കിട്ടാൻ ചാൻസ് ഇല്ല. നമുക്ക് ഒരിക്കലും 17 കിട്ടത്തില്ല. കാരണം നമുക്ക് കിട്ടാവുന്ന ആർ മാക്സിമം വാല്യൂ 15 ആണ്. അതിൽ കൂടുതൽ കിട്ടാൻ ചാൻസ് ഇല്ല. ക്ലിയർ അല്ല, ഒന്നെങ്കിൽ 15 അല്ലെങ്കിൽ അതിനേക്കാളും കുറവായിരിക്കും. ഇനി നമുക്ക് റിസൾട്ടിൻ്റെ മിനിമം വാല്യൂ എത്രയായിരിക്കും, റിസൾട്ടിൻ്റെ മിനിമം വാല്യൂ എ മൈനസ് ബി, അതായത് 10 മൈനസ് 5 5 ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടാവുന്ന റിസൾട്ടിൻ്റെ മിനിമം വാല്യൂ ഈ കേസിൽ 5 ആണ്. അതൊരിക്കലും നമുക്ക് 2 കിട്ടത്തില്ല, അല്ലെങ്കിൽ 3 കിട്ടത്തില്ല. അപ്പോൾ റിസൾട്ടിൻ്റെ എപ്പോഴും ഈ കേസിൽ 15ഉം 5ൻ്റെ ഇടയ്ക്കായിരിക്കും. ഒരിക്കലും നമുക്ക് 5നേക്കാളും കുറയത്തുമില്ല, 15നേക്കാളും കൂടത്തുമില്ല. കാര്യം മനസ്സിലായല്ലോ, ക്ലിയർ അല്ലേ. ഇതാണ് നമ്മൾ 2 കേസ്, ഇതും കൂടി ഓർത്ത് വയ്ക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അവിടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തേ. ഫോർ എക്സാമ്പിൾ നമുക്കൊരു വെക്ടർ തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് വെക്ടർ 10 ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കുക. ഇത് അടുത്ത വെക്ടർ 20 ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, തമ്മിലുള്ള ആംഗിൾ 37 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻറ്റ്. കണ്ടുപിടിക്കാമല്ലോ. വീഡിയോ പോസ് ചെയ്തിട്ട് തന്നെ ഒന്ന് ചെയ്ത് നോക്കിയേ. ഓക്കെ, ഇപ്പോൾ ഇവിടെ പാരലോഗ്രാം ലോ അപ്ലൈ ചെയ്താൽ പോരെ. നോക്കുമ്പോൾ പാരലോഗ്രാം അപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ, കാരണം 2 വെക്ടേഴ്സിന് ടെയിലാണ് കോയിൻസൈഡ് ചെയ്ത്. അപ്പോൾ പാരലോഗ്രാം അപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, എന്തായിരിക്കും റിസൾട്ടൻ്റ് ഈ കേസിൽ, പാരലോഗ്രാമിൻ്റെ ഡയഗണൽ ആയിരിക്കും അല്ലേ. ഇതും ഈ സൈഡ് തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ ഇതാണ് റിസൾട്ടൻ്റ് അല്ലേ. ഈ റിസൾട്ടൻ്റ് ആറാണ് വേണ്ടത്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തുവാ, R = √A² + B² + 2AB cos θ. ദാറ്റ് ഈസ് ഈക്വൽ ടു എയുടെ വാല്യൂ എത്രയാണ്, എയുടെ മാഗ്നിറ്റ്യൂഡ് 10 തന്നിട്ടുണ്ട്. അപ്പോൾ 10ൻ്റെ സ്ക്വയർ പ്ലസ് ബീൻ്റെ വാല്യൂ 20 ആണ്. അപ്പോൾ 20ൻ്റെ സ്ക്വയർ പ്ലസ് 2 × 10 × 20 ഇൻറ്റു കോസ് 37 ഡിഗ്രി അല്ലേ, കോസ് 37 ഡിഗ്രി. ഓക്കെ, സോൾവ് ചെയ്തേ. അപ്പോൾ R = √10ൻ്റെ സ്ക്വയർ 100 അല്ലേ. അപ്പോൾ 100 പ്ലസ് 20ൻ്റെ സ്ക്വയർ 400 എന്ന് വരും അല്ലേ. 400 പ്ലസ് 2 × 10 × 20 എത്രയാണ്, അതും 2 × 10 20 20 × 20 അതും 400 തന്നെയല്ലേ. 400 ഇൻറ്റു കോസ് 37 എത്രയാണ്, കോസ് 37 ഓർക്കുന്നുണ്ടോ, കോസ് 37 is 4/5 കേട്ടോ. നമ്മൾ സ്പെഷ്യൽ ട്രയാങ്കിൾ പഠിച്ചതാണ്. 37 ഡിഗ്രി 53 ഡിഗ്രീൻ്റെ സ്പെഷ്യൽ ട്രയാങ്കിൾ നമ്മൾ ട്രിഗ്നോമെട്രിയിൽ നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അന്നേരം പറയുകയും ചെയ്തായിരുന്നു. സ്പെഷ്യൽ ട്രയാങ്കിൾസ് ആണ്, പഠിച്ചു വെക്കണം, ക്വസ്റ്റ്യൻ ചോദിക്കുക. ഓക്കെ, സോ 37ൻ്റെ വാല്യൂ എത്രയാണ്, കോസ് 37 ആണെങ്കിൽ 4/5, സൈൻ 37 ആണെങ്കിൽ 3/5. ഓക്കെ, ഇനി സോൾവ് ചെയ്താൽ മതി. ഈ 5ഉം 400 കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും, 80 കിട്ടത്തില്ലേ. 40/5 8 ആണ്. അപ്പോൾ 80 വരും അല്ലേ.
അപ്പോൾ R is equal to root of 500 plus 40 into 80 into 4, that is 320 അല്ലേ കിട്ടുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 500 320 അല്ലേ, ദാറ്റ് ഈസ് 820 എന്ന് വരും അല്ലേ R. ഓക്കെ, അത് ഇതെടുക്കാൻ നിൽക്കണ്ട, റൂട്ട് എടുക്കാൻ നിൽക്കണ്ട, അതുപോലെ കിടന്നോട്ടെ. ഓക്കെ, അപ്പോൾ റിസൾട്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര കിട്ടി? 820 ന്യൂട്ടൺ. ക്ലിയർ ആണല്ലോ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് കിട്ടി. ഇനി നമുക്ക് ഡയറക്ഷനാണ് വേണ്ടത്. അപ്പോൾ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ഇത് നമ്മളിപ്പോൾ 10 ന്യൂട്ടൺ ആണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ഈ ആൽഫ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഈ ആൽഫ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ദാറ്റ് ഈസ് ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു എന്തുവായിരുന്നു ഇക്വേഷൻ? ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ നമ്മുടെ റെഫറൻസ് എപ്പോഴും എ ആണ്. അപ്പോൾ ഈ കേസിൽ എ ഏതാ? ദാറ്റ് ഈസ് 10 ആണ് എ. നമ്മൾ ഏത് വെക്ടറിൽ നിന്നാണോ ആംഗിൾ കണ്ടുപിടിക്കുന്നത് അത് എപ്പോഴും എ ആയിരിക്കും. ഓക്കെ, പിന്നെ അതിന് രണ്ടാമത്തെ വെക്ടറാണ് ബി ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ കേസിൽ എൻ്റെ വാല്യൂ 10 ആണ്, സംശയമില്ലല്ലോ. ബീൻ്റെ വാല്യൂ 20 ആണ്. ചിലർക്ക് സംശയം വരും, ഇതുകൊണ്ടാണ്. ഓക്കെ, ഇനി ഇൻ കേസ് നമുക്കിപ്പോൾ ഈ ആംഗിളാണ് ചോദിക്കുന്നതെങ്കിൽ എന്തോ ചെയ്യും? ഈ ആംഗിളാണ് ചോദിക്കുന്നതെങ്കിൽ ഈ തീറ്റ നമുക്ക് ഓൾറെഡി അറിയാലോ 37. ഇതിൻ്റെ ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂയിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ മതി. ടോട്ടൽ ആംഗിളിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ നമുക്ക് ഈ ആംഗിൾ കിട്ടും. ഓക്കെ, ഈസിയാണ്. സോ ചെയ്തിടാം. അപ്പോൾ എത്ര കിട്ടും? ദാറ്റ് ഈസ് ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ബീൻ്റെ വാല്യൂ 20 ഇൻറ്റു സൈൻ 37 അല്ലേ. സൈൻ 37 എത്രയാണെന്ന് വരും? സൈൻ 37 ഈസ് 3/5 അല്ലേ. 3/5 ഡിവൈഡഡ് ബൈ 10 പ്ലസ് 20 ഇൻറ്റു കോസ് 37 4/5 ആണ്. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 എന്ന് വരും. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതും 4 എന്ന് വരും അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 3 12 ഡിവൈഡഡ് ബൈ താഴെ 14 അല്ല 10 പ്ലസ് 16 ദാറ്റ് 26 എന്ന് വരത്തില്ലേ? 26 എന്ന് വരത്തില്ലേ? സോൾവ് ചെയ്താൽ മതി, ബാക്കി ഇങ്ങോട്ട് മാത്സ് ആണ്. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 ഡിവൈഡഡ് ബൈ 13 എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു 6/13 എന്ന് കിട്ടി. ദെയർഫോർ ആൽഫ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 6 ഡിവൈഡ് ബൈ 13 എന്ന് കിട്ടും. ഇതാണ് അതിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, അതിൻ്റെ ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ നമുക്ക് ഇത്രയും കിട്ടിയാൽ മതി, നമുക്ക് ഡിഗ്രി ആയിട്ട് വേണമെന്നില്ല. ക്ലിയർ ആണല്ലോ? കാര്യം മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ രണ്ട് ഇക്വേഷൻ നമ്മൾ ബൈ ഹാർട്ട് ചെയ്തു. കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഒന്ന് ചെയ്ത് നോക്കിയടാ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, നോക്കിയേ. ഇവിടെ രണ്ട് ഫോഴ്സ് ദാറ്റ് ഈസ് 12 ന്യൂട്ടണും ആൻഡ് 8 ന്യൂട്ടൺ ഈസ് ആക്ടിങ് അപ്പോൺ എ ബോഡി. അപ്പോൾ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഓൺ ദ ബോഡി വിൽ ബി മാക്സിമം. ദാറ്റ് ഈസ് മാക്സിമം. ആർ മാക്സിൻ്റെ വാല്യൂ ചോദിച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ആർ മാക്സിൻ്റെ വാല്യൂ എത്രയാണ്? ആർ മാക്സ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി അല്ലേ. എ പ്ലസ് ബി ആണ്. ദാറ്റ് ഈസ് രണ്ട് വെക്ടേഴ്സിന് മാഗ്നിറ്റ്യൂഡ് തമ്മിൽ ചുമ്മാ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് അവിടെ കിട്ടാവുന്ന മാക്സിമം വാല്യൂ. ആർ മാക്സ് കിട്ടാനായിട്ട് ചുമ്മാ ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ 12 പ്ലസ് 8 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? 20 ന്യൂട്ടൺ ആയിരിക്കും. ഇതാണ് ആർ മാക്സിൻ്റെ വാല്യൂ. ക്ലിയർ അല്ലേ? അപ്പോൾ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി ഇസ് ദി ആൻസർ. അതേ സമയത്ത് മിനിമം വാല്യൂ ചോദിക്കുമായിരുന്നെങ്കിലോ? അപ്പോൾ ആർ മിനിമം ഇസ് ഈക്വൽ ടു എന്തുവാ? അത് എ മൈനസ് ബി അല്ലേ. രണ്ട് വെക്ടേഴ്സ് തമ്മിൽ മൈനസ് ചെയ്താൽ മതി. മാഗ്നിറ്റ്യൂഡാണ് നമ്മൾ മൈനസ് ചെയ്യുന്നത്. അപ്പോൾ 12 മൈനസ് 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ന്യൂട്ടൺ എന്ന് വരും. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. A person goes 10 kilometer north and 20 kilometer east. What will be the displacement from the initial point? Okay, ഒരു ഫിഗർ വരയ്ക്കുമ്പോൾ മനസ്സിലാവും. നോക്കിയേ, ഒരു പേഴ്സൺ ആദ്യമേ നോർത്തിലേക്ക് പോയി അല്ലേ. ആദ്യമേ 10 കിലോമീറ്റർ നോർത്തിലേക്ക് പോയി. ഇങ്ങനെ 10 കിലോമീറ്റർ നോർത്തിലേക്ക് പോയി. എന്നിട്ട് അവിടുന്ന് പിന്നെ 20 കിലോമീറ്റർ ഈസ്റ്റിലേക്ക് പോയി. ഇങ്ങനെ 20 കിലോമീറ്റർ. ഓക്കെ, ഇത് നോർത്താന്നിരിക്കട്ടെ. ഓക്കെ, ഇത് നോർത്തും താഴെ സൗത്തും, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റാന്നിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ആദ്യമേ നോർത്തിലേക്ക് 10 കിലോമീറ്റർ, പിന്നെ അവിടുന്ന് 20 കിലോമീറ്റർ ഈസ്റ്റിലേക്ക്. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ദാറ്റ് ഈസ് ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഇപ്പോൾ എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ട്? ഈ സൈഡാണ് വേണ്ടത്. ഈ സൈഡാണ് വേണ്ടത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇവിടെ ശരിക്കും നോക്കുമ്പോൾ ട്രയാങ്കിൾ ലോ അല്ലേ അപ്ലൈ ചെയ്യേണ്ടത്? നോക്കിയാൽ ട്രയാങ്കിൾ ലോ അല്ലേ. കാരണം ഒരു വെക്ടറിൻ്റെ തലയും അടുത്ത വെക്ടറിൻ്റെ വാല് തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നോക്കുമ്പോൾ റിസൾട്ട് എടുത്തത് നമുക്ക് ട്രയാങ്കിൾ ലോ ആയിട്ടാണ് കിട്ടിയത്. മൂന്നാമത് സൈഡ് ഇൻ ഓപ്പോസിറ്റ് ഓർഡർ. അപ്പോൾ ട്രയാങ്കിൾ ലോ വേണം അപ്ലൈ ചെയ്യാൻ. പക്ഷെ നമുക്കറിയാം ട്രയാങ്കിൾ ലോ അപ്ലൈ ചെയ്യാൻ അറിയത്തില്ലെങ്കിലും പാരലലോഗ്രാം അപ്ലൈ ചെയ്യാനേ ഉള്ളൂ. ജസ്റ്റ് ഒരു വെക്ടർ ഒന്ന് ഷിഫ്റ്റ് ചെയ്താൽ മതി അല്ലേ.
അപ്പോൾ ഞാൻ ഈ വെക്ടർ ഒരു മിനിറ്റ് ഇതിനെ ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് ഇവിടെ കൊണ്ട് വെക്കാമല്ലോ. ഒരു വെക്ടർ നമുക്ക് പാരലായിട്ട് ഷിഫ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ നോക്കി ഇപ്പം എന്തായി ഇത്, ഇപ്പോൾ ഇത് പാരലോഗ്രാമിലും ആയി അല്ലേ. ഇനി നമുക്ക് ഇത് കിട്ടിയാൽ മതി, ഇത് മാത്രം കിട്ടിയാൽ മതി. അപ്പോൾ സെയിം ഇക്വേഷൻ എന്താ, √(a² + b² + 2ab cos θ). ഈ തീറ്റ എത്രയാണ്, 90 ഡിഗ്രി അല്ലേ. കാരണം നോർത്തും ഈസ്റ്റും തമ്മിൽ എപ്പോഴും 90 ഡിഗ്രിയാണ്. അപ്പോൾ തീറ്റ 90 ഡിഗ്രിയാണ്. ബാക്കി പിന്നെ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി, ക്വസ്റ്റ്യൻ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് r = √(a² + b² + 2ab cos θ) അല്ലേ. ദാറ്റ് ഈസ് 10^². കിലോമീറ്റർ തന്നെയാണ് ഓപ്ഷൻ കിടക്കുന്നത്, അതുകൊണ്ട് മീറ്ററിലേക്ക് മാറ്റേണ്ട, കിലോമീറ്റർ തന്നെ കിടന്നോട്ടെ. ഓക്കെ, വെറുതെ മീറ്ററിലേക്ക് മാറ്റേണ്ട, കാരണം ഓപ്ഷൻസിലെല്ലാം കിലോമീറ്റർ ആണ്. അപ്പോൾ 10^² + 20^² + 2 × 10 × 20 × 2ab cos θ. cos 90 ഡിഗ്രി അല്ലേ. ഇനി cos 90 ഡിഗ്രി നമുക്കറിയാം ഇത് 0 അല്ലേ. അപ്പോൾ 0 ആകുമ്പോൾ ഈ ടേം മൊത്തം അങ്ങ് 0 ആയി പോകും. ക്ലിയർ അല്ലേ. ബാക്കി അപ്പോൾ എന്ത് കിട്ടും, ദാറ്റ് ഈസ് √(100 + 400) എന്ന് കിട്ടത്തില്ലേ, ദാറ്റ് ഈസ് √500 എന്ന് കിട്ടുമല്ലോ. അപ്പോൾ ആറിൻ്റെ വാല്യൂ എത്രയും നീട്ടി, ദാറ്റ് ഈസ് √500 അത്രയും കിലോമീറ്റേഴ്സ്. ഓക്കെ, ഓപ്ഷനിൽ റൂട്ടിലല്ല. അപ്പോൾ √500 എത്ര എന്ന് വരും, നമുക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് നോക്കിയാൽ, √100 × 5 എന്ന് എഴുതാൻ പറ്റുമെന്ന് നോക്കിയാൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു 100ൻ്റെ റൂട്ട് 10 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 10 × √5 എന്ന് എഴുതാമല്ലോ. അപ്പോൾ ആറിൻ്റെ വാല്യൂ 10 × √5. ഇനി √5 എത്ര ആയിരിക്കും, നമുക്കറിയാം √4 2 ആണ്. അപ്പോൾ √5 എന്ന് പറഞ്ഞാൽ ഒരു 2 പോയിൻറ്റ് സംതിങ് ആയിരിക്കത്തില്ലേ. അപ്പോൾ 2 പോയിൻറ്റ് സംതിങ് 2 ആണെങ്കിൽ 2 × 10 20 ആണ്. അപ്പോൾ 20നേക്കാളും കൂടുതലായിരിക്കത്തില്ലേ. 2 × 10 എന്ന് പറയുന്നത് 20 അല്ലേ. അപ്പോൾ 2 പോയിൻറ്റ് സംതിങ് × 10 എന്ന് പറയുമ്പോൾ 20നേക്കാളും അല്പം കൂടുതലായിരിക്കുമല്ലോ. അങ്ങനത്തെ ഏത് ഓപ്ഷനാണെന്ന് നോക്കിയാൽ, അങ്ങനത്തെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ എ ഇസ് ദി ആൻസർ. അപ്പോൾ 22.36 കിലോമീറ്റർ എന്ന് കിട്ടും. മനസ്സിലായല്ലോ, ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ ആൻഡ് ബി, ഇത് വെക്ടേഴ്സ് ആണ് കേട്ടോ ഇതെല്ലാം. If vector a plus b is equal to magnitude of vector a and vector b, then angle between a and b is. അത് നേരത്തെ പറഞ്ഞു, രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടൻറ്റ്, അത് രണ്ടും കൂടി ചുമ്മാ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടൻ്റ് ആണെങ്കിൽ അത് തമ്മിലുള്ള ആംഗിൾ എത്ര ആയിരിക്കും, 0 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോഴല്ലേ r max കിട്ടുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ഇസ് ദി ആൻസർ, 0 ഡിഗ്രി. ക്ലിയർ ആണല്ലോ. ഇത് റിസൾട്ടൻ്റ് ആണ് കേട്ടോ. a plus b എന്ന് പറഞ്ഞാൽ എന്തുവാ, റിസൾട്ടൻ്റ് അല്ലേ. r is equal to a plus bൻ്റെ റിസൾട്ടൻ്റ് ആണ്. ഓക്കെ, അതെങ്ങനെയാണ് കിട്ടുന്നത്, എയും ബിയും കൂടി ചുമ്മാ ആഡ് ചെയ്താൽ മതി, എയും ബിയുടെ മാഗ്നിറ്റ്യൂഡ് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ പാരലൽ വെക്ടേഴ്സ് ആണ്, 0 ഡിഗ്രി എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് ഒരു ഇക്വേഷൻ, ഒരു ഷോർട്ട് കട്ട് ഇക്വേഷൻ കൂടി പഠിക്കാനുണ്ട്, അതുകൂടി പറഞ്ഞേക്കാം. എടാ, ഫോർ എക്സാമ്പിൾ നമ്മുടെ രണ്ട് വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണെന്ന് വിചാരിക്കും. ഇപ്പോൾ വെക്ടർ എയും വെക്ടർ ബിൻ്റെ രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഷോർട്ട് കട്ട് ഇക്വേഷൻ കിട്ടും. നമുക്ക് ആറിൻ്റെ ഇക്വേഷൻ അറിയാം, r is equal to √(a² + b² + 2ab cos θ അല്ലേ. ഓക്കെ, ഇനി എയും ബി രണ്ടും കൂടി ഈക്വൽ ആണെന്ന് വിചാരിക്കും. അപ്പോൾ r is equal to √(a² + ബിക്ക് പകരം a തന്നെ എഴുതാമല്ലോ, ഈക്വൽ ആയതുകൊണ്ട് അല്ലേ. അപ്പോൾ a² + a² + 2a × a എന്ന് വരും, ദാറ്റ് ഈസ് 2a² cos θ. ഇത്രയും ഇത് കിട്ടത്തില്ലേ നോക്കിയാൽ, എയും ബീനെ മാഗ്നിറ്റ്യൂഡ് a ആയിട്ട് തന്നെ എടുത്തു, രണ്ടും കൂടി ഈക്വൽ ആണെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ r is equal to √(a² + a² 2a² എന്ന് വരും. അപ്പോൾ 2a² + 2a² cos θ എന്ന് വരും. ക്ലിയർ അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു r is equal to √2a² നമുക്ക് കോമൺ എടുക്കാമല്ലോ. അപ്പോൾ 2a² കോമൺ എടുക്കുമ്പോൾ 1 + cos θ എന്ന് കിട്ടും. ക്ലിയർ അല്ലേ. ഇനി നമുക്ക് ഈ 1 + cos θയ്ക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമ്മൾ ട്രിഗ്നോമെട്രി പഠിച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് cos 2θ is equal to 2 cos² θ - 1. പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ലെങ്കിൽ പഠിക്കുക. ട്രിഗ്നോമെട്രി നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മാത്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പഠിക്കും. ഓക്കെ, ചിലർക്ക് മാത്സ് ബയോ മറ്റേ സൈക്കോളജി സബ്ജക്റ്റ് ആയിരിക്കുമല്ലോ, മാത്സ് ചിലർക്ക് കാണത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ട്രിഗ്നോമെട്രി യൂട്യൂബിൽ ചാനലിൽ കിടപ്പുണ്ട്, പഠിക്കുക. ഓക്കെ, അല്ലാത്തവർക്ക് സ്കൂളിൽ മാത്സ് ഉണ്ടെങ്കിൽ എന്തായാലും അവർ മാത്സ് പഠിച്ചിട്ടുണ്ടാവും. cos 2θ is equal to 2 cos² θ - 1. അപ്പോൾ ഇതിൽ നിന്ന് cos θൻ്റെ വാല്യൂ എന്ന് വരും, cos θ is equal to 2 cos² θ/2 എന്ന് വരും. 2 cos²
തീറ്റ ബൈ 2 -1 എന്ന് വരും. ക്ലിയർ അല്ലേ? ഈ -1 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നേ. അപ്പോൾ കോസ് തീറ്റ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് വരും. കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ ഈ 1 പ്ലസ് കോസ് തീറ്റയ്ക്ക് പകരം നമുക്ക് എന്തോ എഴുതാം, അതായത് 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് എഴുതാം. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2a സ്ക്വയർ 1 പ്ലസ് കോസ് തീറ്റയ്ക്ക് പകരം 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് വരും. ഈ ബൈ 2 തീറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, തീറ്റ ബൈ 2 ആണ് കേട്ടോ, അല്ലാതെ മൊത്തത്തിൽ ബൈ 2 അല്ല. ഓക്കെ, തീറ്റ ബൈ 2 ആണ്. ഇനി 2 ഉം 2 ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 എന്ന് വരും. അപ്പോൾ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 4a സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് വരും. ഓക്കെ, ഇനി റൂട്ട് എടുത്തേ. അപ്പോൾ ആറിൻ്റെ വാല്യൂ എത്ര കിട്ടും? 4ൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 2 എന്ന് കിട്ടും. എ സ്ക്വയറിൻ്റെ റൂട്ട് a ആണ്. കോസ് സ്ക്വയർ തീറ്റ ബൈ 2ൻ്റെ റൂട്ട് കോസ് തീറ്റ ബൈ 2 ആണ്. കണ്ടോ? അപ്പോൾ നമുക്കൊരു ഷോർട്ട് കട്ട് ഇക്വേഷൻ കിട്ടി. ആർ ഇസ് ഈക്വൽ ടു 2a കോസ് തീറ്റ ബൈ 2. ഇത് ഷോർട്ട് കട്ട് ഇക്വേഷൻ ആണ്. ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഷോർട്ട് കട്ട്. ഇത് എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത്? രണ്ട് വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിൽ റിസൾട്ടൻറ്റിനെ കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് ഇക്വേഷൻ ആണ് 2a കോസ് തീറ്റ ബൈ 2. അതിൽ തീറ്റ ആംഗിൾ ആണ്, a മാഗ്നിറ്റ്യൂഡ് ആണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചിടാം. 2 forces each of f by 2 at 2 forces each equal to f by 2 act at a right angle. Okay, their effect may be neutralized by third force acting along their bisector in the opposite direction. Okay, then what is the magnitude of the third force? Okay, question മനസ്സിലായോ? ഒരു ബോഡീൻ്റെ പുറത്ത് രണ്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. ആ രണ്ട് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട് f/2. രണ്ട് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. രണ്ട് തമ്മിലുള്ള ആംഗിൾ തന്നിട്ടുണ്ട് 90 ഡിഗ്രി, റൈറ്റ് ആംഗിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെയാണ് കേസ്. ഇതൊരു ഫോഴ്സ്, ഇത് അടുത്തൊരു ഫോഴ്സ്. രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് f/2 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, രണ്ട് തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്ന് പറഞ്ഞു? 90 ഡിഗ്രി, ദാറ്റ് ഈസ് റൈറ്റ് ആംഗിൾ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ രണ്ടിൻ്റെയും കൂടി ആഡ് ചെയ്യുമ്പോൾ ഒരു നെറ്റ് എഫക്റ്റ് കിട്ടുമല്ലോ, നെറ്റ് റിസൾട്ടൻറ്റ് കിട്ടുമല്ലോ. ആ നെറ്റ് റിസൾട്ടൻറ്റിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ്, മൂന്നാമത്തെ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് വേണ്ടത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇവിടെ റിസൾട്ടൻറ്റ് കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോൾ റിസൾട്ടൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഇതിലെ റിസൾട്ടൻറ്റ്. അപ്പോൾ ഇവിടെ ഒന്നെങ്കിൽ നമുക്ക് റിസൾട്ടൻറ്റിൻ്റെ ഇക്വേഷൻ അറിയാം, റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ, അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ച ഷോർട്ട് ഇക്വേഷൻ അല്ലേ, ഷോർട്ട് കട്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. കാരണം രണ്ടിടത്തും മാഗ്നിറ്റ്യൂഡ് f/2 തന്നെ അല്ലേ. ഷോർട്ട് കട്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ആറിൻ്റെ ഇക്വേഷൻ ദാറ്റ് ഈസ് r ഇസ് ഈക്വൽ ടു 2a കോസ് തീറ്റ ബൈ 2 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എൻ്റെ വാല്യൂ ഇവിടെ f/2 അല്ലേ, f/2 ഇൻറ്റു കോസ് തീറ്റ എത്രയാണ്? തീറ്റ 90 ഡിഗ്രി. അപ്പോൾ 90 ഡിഗ്രി ബൈ 2 എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 2 ക്യാൻസൽ ആയിപ്പോയി, എഫ് ഇൻറ്റു കോസ് 90/2 എന്ന് പറയുമ്പോൾ 45 ഡിഗ്രി വരത്തില്ലേ, അപ്പോൾ കോസ് 45 ഡിഗ്രി എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് 45 ഡിഗ്രി എത്രയാണ്? 1/√2 അല്ലേ. അപ്പോൾ എഫ് ഇൻറ്റു 1/√2 എന്ന് വരും. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു f/√2 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ റിസൾട്ടിൻ്റെ വാല്യൂ എത്രയാണ്? ആർ ഇസ് ഈക്വൽ ടു f/√2. ഇനി റിസൾട്ടൻറ്റിൻ്റെ വാല്യൂ f/√2 ആണെങ്കിൽ അതിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യേണ്ട മൂന്നാമത്തെ ഫോഴ്സിൻ്റെ വാല്യൂ അതുതന്നെ ആയിരിക്കും. ശരിയല്ലേ? ഈ ഫോഴ്സിനെ 0 ആക്കാൻ വേണ്ടി ഇത്രയും തന്നെ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ അപ്ലൈ ചെയ്താൽ മതിയല്ലോ. ശരിയല്ലേ? റിസൾട്ടൻറ്റ് ഇങ്ങോട്ടാണ്, അതിന് വാല്യൂ f/√2. അപ്പോൾ അതിനെ 0 ആക്കാനായിട്ട് ഇത്രയും തന്നെ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ തേർഡ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് തന്നെയായിരിക്കും? f/√2 തന്നെ ആയിരിക്കും. അപ്പോൾ ആൻസർ എന്തുവാ? ആൻസർ ഈസ് f/√2. മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ചെയ്യാൻ പറ്റുമോ നോക്കിയേ. If A is equal to B plus C and magnitude of A, B and C are 5, 4 and 3 units respectively, അങ്ങനെയാണെങ്കിൽ ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ് എ ആൻഡ് സി ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞ ബിയും സിയും കൂടി ആഡ് ചെയ്യുമ്പോഴുള്ള റിസൾട്ടൻറ്റ് എ ആണ്. ഓക്കെ, മൂന്നിൻ്റെ മാഗ്നിറ്റ്യൂഡ്സ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എയും സിയും തമ്മിലുള്ള ആംഗിളാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടത്? ഇതാണ് നമ്മുടെ ബി എന്നിരിക്കട്ടെ, ഇത് ബി,
ഇത് സി. ഓക്കെ, സി, സോറി, ഇത് സി. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ റിസൾട്ടൻറ്റിൻ്റെ വാല്യൂ ആണ് എ ആയിട്ട് തന്നിരിക്കുന്നത്. ഇതിൻ്റെ റിസൾട്ടൻ്റ് ആണ് എ അല്ലേ, ഇതാണ് എ. മനസ്സിലായല്ലോ, കാരണം ബിയും സിയും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് എ കിട്ടുന്നത്. അപ്പോൾ ഈ റിസൾട്ടൻ്റ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഈ ആംഗിളാണ് വേണ്ടത്. കണ്ടോ, ബിയും എയും തമ്മിലുള്ള ആംഗിളാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ റെഫറൻസ് നമ്മൾ ആരാണ് എടുത്തേക്കുന്നത്? റെഫറൻസ് നമ്മൾ സി ആയിട്ട് എടുത്തേക്കുന്നത്. കണ്ടോ, റെഫറൻസ് ഇവിടെ ഏതാ? റെഫറൻസ് ഇവിടെ സി ആണ്. മനസ്സിലായി? അപ്പോൾ എക്ക് പകരം ഇവിടെ സി വരുമെന്നേ ഉള്ളൂ. നമ്മൾ ഡയറക്ഷൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഡയറക്ഷൻ്റെ ഇക്വേഷൻ എന്താ? ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു, നമുക്ക് എയും സി തമ്മിൽ ആംഗിൾ അല്ലേ വേണ്ട. അപ്പം ഇക്വേഷൻ എന്താ? ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. ഇതല്ലേ നമ്മൾ പഠിച്ച ഇക്വേഷൻ. അതിൽ നമ്മൾ റെഫറൻസ് എ ആണ് എടുത്തത്. ഇവിടെ റെഫറൻസ് സി ആണ്, കാരണം സിയും റിസൾട്ടിനും തമ്മിലുള്ള ആംഗിളാണ്. ഈ ആൽഫയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ റെഫറൻസ് സി ആണ്. അപ്പോൾ അങ്ങനെയാണ് ഈ എക്ക് പകരം സി ആക്കിയാൽ മതി. കാര്യം മനസ്സിലായാലും ഇത്രേ ഉള്ളൂ. സോ ഇക്വേഷൻ മോഡിഫൈ ചെയ്ത് നമ്മൾ ഇത് സി പ്ലസ് ബി ആക്കിയാൽ മതി. കണ്ടല്ലോ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എയും ബിയും സിൻ്റെ വാല്യൂ അറിയാം, പക്ഷെ നമുക്ക് ഈ തീറ്റ അവർ തന്നിട്ടില്ല. അപ്പോൾ തീറ്റ നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, തീറ്റ തന്നിട്ടില്ലല്ലോ, പക്ഷെ അവർക്ക് മാഗ്നിറ്റ്യൂഡ് അവർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ വാല്യൂ പുട്ട് ചെയ്തിട്ട് നമുക്ക് തീറ്റ ആദ്യമേ കണ്ടുപിടിക്കാം. നമുക്കറിയാം ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ അല്ലേ. ഈ കേസിൽ റിസൾട്ടൻറ്റ് എ ആണ്, പിന്നെ എയും ബിക്ക് പകരം ബിയും സിയും അല്ലേ. ബിയും സിയും തമ്മിലാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2bc കോസ് തീറ്റ എന്ന് വരും. അപ്പോഴാണ് നമുക്ക് എ കിട്ടുന്നത്. ഇനി മാഗ്നിറ്റ്യൂഡിൻ്റെ വാല്യൂ പുട്ട് ചെയ്യാം. എൻ്റെ വാല്യൂ 5 ആണ്. അപ്പോൾ 5 ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബീൻ്റെ വാല്യൂ എത്രയാണ്? ബി 4 അല്ലേ. അപ്പോൾ 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 2 4 3 കോസ് തീറ്റ എന്ന് വരും. ഓക്കെ, ഇത് സോൾവ് ചെയ്തിട്ട് ഇനി തീറ്റ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, തന്നെ ഒന്ന് ചെയ്തേ. 25 ഇസ് ഈക്വൽ ടു 16 പ്ലസ് 9 പ്ലസ് ഇത് 24 എന്ന് വരത്തില്ലേ, 24 കോസ് തീറ്റ എന്ന് വരും അല്ലേ. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 25 തന്നെ അല്ലേ. അപ്പോൾ 25 ഇസ് ഈക്വൽ ടു 25 പ്ലസ് 24 കോസ് തീറ്റ എന്ന് വരും. ശരിയല്ലേ? ഇനി ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ രണ്ടും കൂടി മൈനസ് ആയി 0 ആയിപ്പോൾ അല്ലേ. അപ്പോൾ 24 കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ശരിയല്ലേ? ഇനി കോസ് തീറ്റ 0 ആണെങ്കിൽ തീറ്റ എത്ര ആയിരിക്കും? കോസ് തീറ്റ 0 ആണെങ്കിൽ തീറ്റ 90 ഡിഗ്രി ആയിരിക്കും അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കോസ് തീറ്റ 90 ഡിഗ്രി, തീറ്റേൻ്റെ വാല്യൂ 90 ഡിഗ്രി എന്ന് കിട്ടി. ഇനി തീറ്റേൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. തീറ്റേൻ്റെ വാല്യൂ നമുക്ക് 90 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു ബീൻ്റെ വാല്യൂ 4 ഇൻറ്റു സൈൻ 90 ഡിവൈഡഡ് ബൈ സിയുടെ വാല്യൂ 3 പ്ലസ് ബീൻ്റെ വാല്യൂ 4 അല്ലേ. ദാറ്റ് ഈസ് 4 കോസ് 90 എന്ന് വരും. ഓക്കെ, ഇതിന് വാല്യൂ 1 അല്ലേ, ഇതിന് വാല്യൂ 1 ആണ്, ഇതിന് വാല്യൂ 0. അപ്പോൾ ഈ ടേം മൊത്തം അങ്ങ് 0 ആയി പോകും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൾ ടു 4/3 എന്ന് കിട്ടത്തില്ലേ. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ടാൻ ആൽഫേൻ്റെ വാല്യൂ ടാൻ ആൽഫ ഈസ് ഈക്വൾ ടു 4/3 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ആൽഫ ഈസ് ഈക്വൾ ടു ടാൻ ഇൻവേഴ്സ് 4/3 എന്ന് കിട്ടും. കാര്യം മനസ്സിലായോ? അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. അങ്ങനത്തെ ഓപ്ഷൻ ഇല്ല അല്ലേ. ടാൻ ആൽഫേൻ്റെ വാല്യൂ നമുക്ക് ആൽഫേൻ്റെ വാല്യൂ ടാൻ ഇൻവേഴ്സ് 4/3 കിട്ടിയത്. പക്ഷെ ക്വസ്റ്റ്യനിൽ സൈനും കോസിനും ടേംസ് ഇല്ല തന്നേക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, ഒരു ട്രയാങ്കിൾ വരച്ച് നോക്കിയാൽ മതി. ഓക്കെ, ഇത് ട്രയാങ്കിൾ ആണെന്ന് വിചാരിക്കുക. അതിൽ നമുക്ക് ഈ ആൽഫ, ഈ ടാൻ ആൽഫേൻ്റെ വാല്യൂ എത്ര കിട്ടിയത്? 4/3 അല്ലേ കിട്ടിയത്. അതിൽ ഓപ്പോസിറ്റ് സൈഡ് 4ഉം അഡ്ജസ്റ്റൻറ്റ് സൈഡ് 3 കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് 5 ആയിരിക്കുമല്ലോ. ശരിയല്ലേ? അപ്പോൾ ഈ ആൽഫ നമുക്ക് എത്ര കിട്ടും? സൈൻ ആൽഫ ആണെങ്കിൽ എത്രയെന്ന് കിട്ടും? ദാറ്റ് ഈസ് സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ, ദാറ്റ് ഈസ് 4/5 എന്ന് കിട്ടും. ഇനി കോസ് ആൽഫ ആണെങ്കിൽ അത് അഡ്ജസ്റ്റൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അപ്പോൾ 3/5 എന്ന് കിട്ടും. സോ അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയേ. ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് 3/4. തെറ്റല്ലേ? 3/4 അല്ല, 4/5 ആണ്. കോസ് ഇൻവേഴ്സ് 4/5. കോസ് ഇൻവേഴ്സ് 4/5 ആണോ? അല്ല, 3/5 ആണ്. അപ്പോൾ അതും തെറ്റി. ഓപ്ഷൻ ബി ആണ് ആൻസർ. ബിയും സിയും കൂടി തിരിഞ്ഞ് കിടക്കും അല്ലേ, താഴെയും മുകളിലായിട്ട് കിടക്കും. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ഓപ്ഷൻ കോസ് ആൽഫ ഇസ് ഈക്വൽ ടു 3/5. അപ്പോൾ ആൽഫേൻ്റെ വാല്യൂ എന്തെന്ന് കിട്ടും? ദാറ്റ് ഈസ് ഓപ്ഷൻ ബി കോസ് ഇൻവേഴ്സ് 3/5 എന്ന് കിട്ടും. ഓക്കെ,
മനസ്സിലായല്ലോ? അപ്പം നല്ലൊരു ക്വസ്റ്റൻ ആയിരുന്നു. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നീറ്റിനും അല്ലെങ്കിൽ ജെയ്ക്കൊക്കെ ചോദിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തിടാ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. 2 വെക്ടേഴ്സ് എ ആൻഡ് ബി, ഓക്കെ, അതിൻ്റെ റിസൾട്ടൻറ്റ് എ വെക്ടറുമായിട്ട് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ ആ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ബി വെക്ടറിൻ്റെ ഹാഫ് ആണ് താനും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എയും ബിയും തമ്മിലുള്ള ആംഗിളാണ് വേണ്ടത്. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? 2 വെക്ടേഴ്സ് എ ആൻഡ് ബി, അതിൻ്റെ റിസൾട്ടൻറ്റ് എ വെക്ടറുമായിട്ട് പെർപെൻഡിക്കുലർ ആണ്, എന്നാൽ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ബിൻ്റെ ഹാഫ് ആണ്. അങ്ങനെയാണെങ്കിൽ എയും ബിയും തമ്മിലുള്ള ആംഗിളാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു ഫിഗർ വരയ്ക്കുമ്പോൾ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, ഇതാണ് നമ്മൾ വെക്ടർ എ എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ റിസൾട്ടൻറ്റ് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്? റിസൾട്ടൻറ്റ് അതുമായിട്ട് പെർപെൻഡിക്കുലർ ആണെന്നാണ് പറഞ്ഞത്. ഇതാണ് അതിൻ്റെ റിസൾട്ടൻറ്റ്. കണ്ടോ? ഇനി ബി എങ്ങനെ ആയിരിക്കും? ബി ഇങ്ങനെ ആയിരിക്കത്തില്ലേ? വെക്ടർ ബി ഇങ്ങനെ ആയിരിക്കുമല്ലോ. ഇത് വെക്ടർ ആർ ആണ്, റിസൾട്ടൻ്റ് ആണ്, ഇത് എ ആണ്. ഓക്കെ, അപ്പോൾ ചിലക്ക് സംശയം വരും, സാർ എന്തുകൊണ്ട് ബി ഇങ്ങനെ വരച്ചു? നമ്മൾ സാധാരണ എ ഇങ്ങനെ വരച്ചിട്ട് ബി നമ്മൾ ഇങ്ങനെയല്ലേ വരയ്ക്കുന്നത്. സാർ എന്തുകൊണ്ട് ബി ഇങ്ങനെ വരച്ചു? ചിലക്ക് സംശയം വരും. അത് നമ്മൾ നേരത്തെ ഒരു കാര്യം പഠിച്ചില്ലേ, നമ്മൾ റേഞ്ച് പഠിച്ചില്ലേ? റിസൾട്ടൻ്റ് എപ്പോഴും എ പ്ലസ് ബിയും എ മൈനസ് ബിൻ്റെ ഇടയ്ക്കായിരിക്കുമല്ലോ. അതുകൊണ്ട് റിസൾട്ടൻ്റ് എപ്പോഴും എയും ബിൻ്റെ നടുക്കേ വരത്തുള്ളൂ. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വെക്ടർ എ ഇങ്ങനെയാണെന്ന് വിചാരിക്കും, ഇത് വെക്ടർ എ ആണെന്ന് വിചാരിക്കും, ഇത് വെക്ടർ ബി ആണെന്ന് വിചാരിക്കും. അപ്പോൾ റിസൾട്ടൻ്റ് എപ്പോഴും ഈ എയും ബിൻ്റെ നടുക്കേ വരത്തുള്ളൂ. ഇത് ഇവിടേക്കേ വരത്തുള്ളൂ, ഈ നടുക്കായിരിക്കും. ഒരിക്കലും ഈ എയും ബിയുടെ പുറത്തോട്ട് പോകത്തില്ല, അതിൻ്റെ വെളിയിലേക്ക് വരത്തില്ല. കാര്യം മനസ്സിലായോ? വെക്ടർ റിസൾട്ടൻ്റ് എപ്പോഴും എയും ബിൻ്റെ നടുക്കാണ് വരുന്നത്. കാര്യം മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു പറഞ്ഞിട്ടുണ്ട്, ഇതാണ് വെക്ടർ എ, റിസൾട്ടൻ്റ് വെക്ടർ അതുമായിട്ട് പെർപെൻഡിക്കുലറാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബി ഇങ്ങനെ വരയ്ക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം ബി ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? റിസൾട്ടൻ്റ് വെളിയിലായി പോകും. പക്ഷേ റിസൾട്ടൻ്റ് എപ്പോഴും എയും ബിൻ്റെ നടുക്കാണ് വരേണ്ടത്. അതുകൊണ്ടാണ് ബി ഇങ്ങനെ വരച്ചത്. കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ ആ റേഞ്ചിൻ്റെ കാര്യം തന്നെയാണ്. റിസൾട്ടൻ്റ് എപ്പോഴും എ പ്ലസ് ബി എ മൈനസ് ബിൻ്റെ ഇടയ്ക്കായിരിക്കും. ദാറ്റ് ഈസ് എ ആൻഡ് ബിൻ്റെ ഇടയ്ക്കായിരിക്കും, അതിൻ്റെ സെൻറ്റർ ആയിരിക്കണമെന്നില്ല, പക്ഷേ അതിൻ്റെ ഇടയ്ക്കായിരിക്കും എപ്പോഴും റിസൾട്ടൻ്റ് ലൈ ചെയ്യുന്നത്. ഒരിക്കലും ബിയും എയുടെ വെളിയിലേക്ക് വരത്തില്ല. ഓക്കെ, ശരി. അപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ട് റിസൾട്ടൻ്റെ വാല്യൂ എത്രയാടാ? ഈ റിസൾട്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് b/2 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ തീറ്റയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഇക്വേഷൻ വെച്ച് അപ്ലൈ ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചുമ്മാ ട്രിഗ്നോമെട്രി വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് പാരലോഗ്രാം ഒന്ന് കംപ്ലീറ്റ് ചെയ്തേ. ഇതും കണ്ട, നമുക്കിത് ഈ ആംഗിൾ അറിയാമല്ലോ. ഇത് 90 ഡിഗ്രി അല്ലേ? ഇത് 90 ഡിഗ്രി ആണല്ലോ അല്ലേ? കാരണം റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ബി ആ റിസൾട്ടൻ്റ് എയുമായിട്ട് പെർപെൻഡിക്കുലർ ആണ്. ഇനി ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇത് 90 ഡിഗ്രി ആയിരിക്കുമല്ലോ. കാരണം ഇത് എ ആണ്, അപ്പോൾ ഇതും എ തന്നെ അല്ലേ? അപ്പോൾ ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇത് 90 ഡിഗ്രി ആയിരിക്കും, കാരണം ആർ സെയിം ആണ്. ശരിയല്ലേ? അപ്പോൾ ഇത് 90 ഡിഗ്രി ആണെന്ന് മനസ്സിലായി. ഇത് 90 ഡിഗ്രി. ഇനി നമുക്ക് ഈ ആംഗിൾ കിട്ടിയാൽ മതിയല്ലോ, ഈ ആൽഫ കിട്ടിയാൽ പോരെ, കാരണം ഇത് 90 ഡിഗ്രി ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ടോട്ടൽ ആംഗിൾ ചുമ്മാ കണ്ടുപിടിക്കാം. ഈ ആൽഫ കണ്ടുപിടിക്കാനായിട്ട് ഈസിയാണ്. എന്താ നോക്കി, കോസ് തീറ്റ കണ്ടുപിടിച്ചാൽ പോരെ. നമുക്ക് ഈ ആംഗിളാണ് വേണ്ടത്. ഹൈപ്പോട്ടന്യൂസ് ബി ആണെന്ന് നമുക്കറിയാം. ഇതല്ല ഹൈപ്പോട്ടന്യൂസ്, അത് ബി ആണെന്നറിയാം. അഡ്ജസൻറ്റ് സൈഡ് റിസൾട്ടൻ്റ് ദാറ്റ് ഈസ് അത് b/2 ആണെന്നറിയാം. അപ്പോൾ കോസ് ആൽഫ ഈസ് ഈക്വൽ ടു b/2 ഡിവൈഡഡ് ബൈ ബി ആയിരിക്കത്തില്ലേ? അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇനി b/2 ബൈ ബി എന്ന് പറയുന്നത് ബി ക്യാൻസൽ ആകുമ്പോൾ 1/2 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 1/2. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1/2 എത്രയാണ്? ദാറ്റ് ഈസ് √3/2 അല്ലേ? സോറി, √3/2 അല്ല, സോറി, 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രിയാണ്. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ആൽഫേൻ്റെ വാല്യൂ എത്ര കിട്ടി? ഈ ആൽഫേൻ്റെ വാല്യൂ നമുക്ക് 60 ഡിഗ്രി എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ മൊത്തം ആംഗിൾ എ ബി തമ്മിൽ മൊത്തം ആംഗിൾ എത്രയായിരിക്കും? ഇത് 60യും ഇത് 90യും. അപ്പോൾ ടോട്ടൽ ആംഗിൾ വിൽ ബി 90 + 60, ദാറ്റ് ഈസ് ഈക്വൽ ടു 150 ഡിഗ്രി ആയിരിക്കും. കാര്യം മനസ്സിലായല്ലോ? ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ, 150 ഡിഗ്രി. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ വെച്ചും ചെയ്യാം. അങ്ങനെ ആകുമ്പോഴത്തേക്കും ജസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. നമ്മൾ സാധാ ഇക്വേഷൻ, റിസൾട്ടിൻ്റെ ഇക്വേഷൻ എന്താ? √(a² + b² + 2ab cos θ, പിന്നെ ഡയറക്ഷൻ്റെ ഇക്വേഷൻ. അപ്പോൾ ആദ്യമേ ഡയറക്ഷൻ്റെ ടാൻ ആൽഫേൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ടാൻ ആൽഫേൻ്റെ വാല്യൂ 90 ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ ആ എയും ബിൻ്റെയും ആൽഫേൻ്റെ വാല്യൂ പുട്ട് ചെയ്തിട്ട് തീറ്റ കണ്ടുപിടിക്കണം. എന്നിട്ട് ആ തീറ്റേൻ്റെ വാല്യൂ ആദ്യത്തെ ഇക്വേഷൻ റിസൾട്ടിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ ഇക്വേഷനിൽ പുട്ട് ചെയ്തിട്ട് ബിൻ്റെ വാല്യൂ തീറ്റേൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. മനസ്സിലായി? a² + b² + 2ab cos θയിൽ തീറ്റേൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ക്ലിയർ അല്ലേ?
ശരി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. അങ്ങനെയാണെങ്കിൽ സി ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ എ. അത് കറക്റ്റ് ആണോ? സി എ പ്ലസ് ബി, എയും ബിയും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് സി കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ സി ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ബി. അത് കറക്റ്റ് ആണോ? അല്ലല്ലോ, അത് തെറ്റല്ലേ. ഒരു എക്സാമ്പിളായിട്ട് തന്നെ നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ തന്നെ. ഇപ്പോൾ എന്റെ വാല്യൂ ഒരു 10 എടുക്ക്, ബിൻ്റെ വാല്യൂ 5 എടുക്ക്. അപ്പോൾ ഇവിടെ ആർ മാക്സിൻ്റെ വാല്യൂ എത്രയാ? 15 അല്ലേ? എന്നാൽ ഇവിടെ ആർ മിനിമമിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 5 അല്ലേ? അപ്പോൾ ഈ സി എന്ന് പറയുന്നത് ആർ മാക്സ് ആകാം, അല്ലെ ആർ മിനിമം ആവാമല്ലോ. അപ്പോൾ ആർ മിനിമം ആണെങ്കിൽ അതിന് അവിടെ വരാവുന്ന സാധ്യത 5 ഉള്ളൂ. പക്ഷേ എ എത്രയാ? എ 10 ആണ്. അപ്പോൾ റിസൾട്ടൻ്റ് എപ്പോഴും എനേക്കാളും കൂടുതലായിരിക്കണമെന്ന് നിർബന്ധമില്ല. റിസൾട്ടൻ്റ് ക്യാൻ ബി ലെസ് ദാൻ എ. അപ്പോൾ ഓൾവേസ് ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നത് തെറ്റാണ്, കാരണം ആർ മിനിമം വരാം. അപ്പോൾ ഇത് തെറ്റിപ്പോയി, ഇത് തെറ്റി. ഇനി ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് എ ലെസ് ദാൻ സി ആൻഡ് എ ലെസ് ദാൻ ബി. അത് കറക്റ്റാണ്. ഓക്കെ, സി ഈസ് ഓൾവേസ് ഈക്വൽ ടു എ പ്ലസ് ബി. അത് കറക്റ്റ് ആണോ? അല്ല, ഓൾവേസ് എ പ്ലസ് ബി അല്ല. ആർ മാക്സ് ആകുമ്പോൾ മാത്രമാണ് എ പ്ലസ് ബി. ആർ മിനിമം ആണെങ്കിൽ എ മൈനസ് ബി ആയിരിക്കും. അതിൻ്റെ ഇടയ്ക്കും വേറെ വാല്യൂസ് ഉണ്ട്. അപ്പോൾ സിയും തെറ്റാണ്. എ ഈസ് നെവർ ഈക്വൽ ടു എ പ്ലസ് ബി. അതും തെറ്റാണ്. ആർ മാക്സ് ആകുമ്പോൾ എ പ്ലസ് ബി. സോ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ ബി is the answer. It is possible that A can be less than A, sorry, C can be less than A and C can be less than B. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ കുറേ ടോപ്പിക്ക് നമ്മൾ അത്യാവശ്യം കുറേ ക്വസ്റ്റ്യൻ ചെയ്തു. സോ നമ്മൾ വേണ്ട എല്ലാ ഇക്വേഷൻസും എല്ലാ കോൺസെപ്റ്റും എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ വൃത്തിയായിട്ട് പഠിച്ചു. ഇനി അടുത്ത വീഡിയോ നമ്മളതിന് നെക്സ്റ്റ് ടോപ്പിക് പഠിക്കും, വെക്ടർ സബ്ട്രാക്ഷൻ. ഓക്കെ, അത് നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. സോ താങ്ക് യു.